സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. ഹാലനോട് പ്രേമം തോന്നി തുടങ്ങിയെന്നൊരു സംശയം. ഹാലയ്ക്കും അങ്ങനെ തോന്നിയെങ്കിൽ എന്നോട് പറയാം. ഇഷ്ടമോതിടുവാൻ പെണ്ണ് മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ. മഹറ ഞാൻ വന്നിടാം, നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ. നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി നീ വന്നിടുമോ. എന്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുവൂറും പൂവാകുമോ. എത്ര
അനിയനെ വിളിക്ക്. ഓന്റെ ചങ്ങാനെ തല്ലി. ഒരു കാര്യമില്ലാതെ ഒരാള് വേറൊരാളെ തല്ലില്ലല്ലോ. നിങ്ങൾ അനിയത്തിയും എന്റെ ചങ്ങായും തമ്മിൽ ഇഷ്ടത്തിലാണ്. വീട്ടിൽ കയറി വന്ന് പെങ്ങളെ പറ്റി അനാവശ്യം പറയാ. ഞാനും ആരെ പ്രായപൂർത്തിയാ ഞങ്ങൾ തടഞ്ഞോണ്ടല്ലോ. കേറി പാടിയകത്ത്. കുടുംബം നോക്കാനുള്ള താക്കത്തുണ്ടാവുമ്പോഴാണ് ഒരുത്തിന് പ്രായപൂർത്തിയാവുന്നത്. പോയി അതിനുള്ള ശേഷി ഉണ്ടാക്കിയിട്ട് പാടാ. ഓളെ പോറ്റാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഞാൻ വരൂടോ. ഞാൻ വരും. മുല്ലപ്പൂവായിരം ചൂടി അന്നൊന്ന് കാണണം അവൻ പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ എന്നും ഇന്നിടണം കൊഞ്ചു കുയിലായി നീ എന്നും പാടിയിടണം എന്നും നിഴലാകണം എന്റെ കരളായി നീ മാറണം എന്റെ മുഹബത്തിൻ തേനാകണം എന്റെ ജീവനായി നീ മാറണം എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ വേഴാമ്പൽ കിളിയാണു നീ എന്റെ പൊന്നാമ്പൽ പൂവാണു നീ എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. ആമാ എന്താ വലിയ ചിരിയൊക്കെ ഉണ്ടല്ലോ. ഒരു സന്തോഷം പറയാനുണ്ടടാ. ഞാൻ നിസ്കരിക്കായിരുന്നു ഉമ്മാ. നിങ്ങൾ സന്തോഷം പറയ്. നമ്മുടെ ഹാലമോൾക്ക് ഈ അയച്ച ഫോട്ടോയിൽ ആ ചെക്കനെ ഇഷ്ടായിന്ന്. ഹലോ ഹലോ ഓൾ അങ്ങനെ പറഞ്ഞു? ആ മോനെ എന്നോട് മാത്രല്ല ബത്തുലിനോടും പറഞ്ഞേ. അൽഹംദുലില്ലാ. എന്റെ ബേജാറും പ്രാർത്ഥനയും പഠിച്ചോ കേൾക്കാണ്ടിരിക്കോ മോനെ. മോനെ അതിന്റെ കാര്യങ്ങളൊക്കെ വേഗം അന്വേഷിക്കണം കേട്ടാ. അല്ലമ്മ ഞാനയച്ച ഏത് ഫോട്ടോ ആണ് ഉമ്മ പറയണത്? എന്താ സമയെ ഇതൊന്നും ആലോചിക്കാണ്ട് അയക്കയ്യേ. എന്റെ അമ്മ ഞാൻ അയക്കണ 1ാമത്തെ 10ാമത്തെ ഫോട്ടോ ഒന്നുമല്ലല്ലോ ഇത്. എടാ ആ കാസിം മാഷ മോന്റെ ഫോട്ടോ. അമീന്നല്ലേ ആ കുട്ടീന്റെ പേര്? ആ മനസ്സിലായി ഉമ്മ. നമ്മുടെ സജീദിന്റെ പരിചയക്കാരനാണ്. ആ എന്നാ ഈ അതൊന്ന് വേഗം നോക്കട്ടാ. ആ അല്ലമ്മ എന്തപ്പോള് സമ്മതിച്ചത്? ഓള് നമ്മളെ കുട്ടിയല്ലേ. നമ്മളെ ഇടങ്ങാറൊക്കെ കണ്ട ഓക്ക് മനസ്സിലാവൂലേ? ഞാൻ വിളിക്കാമ്മ. സമീക്ക ഈ കാസിം മാഷെ ഹാലയെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടത്രേ. ഓ പക്ഷെ അമീനെ ഓക്കറിയില്ല. ബത്തോ ഓനെ ഞാനും കണ്ടിട്ടില്ല. നമ്മുടെ സജീദാണ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നത്. ഞാൻ എന്തായാലും ഇന്ന് നാളെ സജീദിനെ കണ്ടിട്ട് വിളിക്കാം. അല്ല ഓക്കിപ്പോ എന്താ ഇത്ര ഇഷ്ടം തോന്നാൻ? ഞമ്മളെ നാട്ടുകാരല്ലേ, ഓക്ക് പൂതിയാകുമ്പോഴൊക്കെ ഇമ്മാനെ ചെന്ന് കാണാലോന്നാ പറയണത്. അല്ല വിത്തോ ഈ ഓളോട് ശരിക്ക് ചോദിച്ചാ? നിങ്ങളൊന്ന് നേരിട്ട് ചോദിച്ചോളി. നല്ലതല്ലേ സമീക? വേണ്ട, 4 വർഷമായി ഓള് ഇക്കാക്കാന്നെങ്കിലും വിളിച്ചിട്ട്. നിങ്ങളൊക്കെ ചോദിച്ചല്ലോ, അത് മതിപ്പാ. പിന്നെ സമീക നിങ്ങൾ അമീനെ കാണുമ്പോ ഒന്ന് വീഡിയോ കോൾ ചെയ്യണട്ടാ. ഇവിടെ എല്ലാവർക്കും കാണാൻ.
ഈ അമീൻ എനിക്ക് 2 കൊല്ലത്തെ പരിചയമുണ്ട്. അവൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ അനക്കോനെ നന്നായിട്ട് അറിയാം. ആന്നേ. അപ്പൊ അത്രയും ഷൂട്ടുകളുണ്ടല്ലോ ഞാൻ ഈ പ്രപ്പോസൽ പറഞ്ഞത്. എന്നാ ഈ ഓനെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി കൊണ്ട് മച്ചാനെ നമുക്ക് സെറ്റാക്കാം മച്ചാനെ. എനിക്ക് 2 അനിയന്മാരും കൂടി ഉണ്ട് കേട്ടാ. അതിനാനും ആദിലും. അതെനിക്കറിയാം. ഹാല ഞങ്ങളെ ഒരേ ഒരു പെങ്ങളും. വാപ്പ കുറെ കാലം മുമ്പ് മരിച്ചുകൊണ്ട് അവരൊക്കെ എന്നെ വാപ്പയായിട്ടാണ് കാണുന്നത്. ഞാനും അങ്ങനെ തന്നെ ഉണ്ട് വിചാരിക്കണേ. അതിപ്പോ വല്ലിക്കാക്കാന്ന് പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ സമീർക്ക. ഓ ഞാൻ ഇപ്പോ ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു 4 മാസമായിട്ടുള്ളൂ. അപ്പൊ ഉമ്മാന്റെ നിർബന്ധത്തിന് ഇങ്ങനെ പെണ്ണ് കണ്ട് കിടന്നിട്ട് ലീവ് കഴിഞ്ഞ് തറിഞ്ഞില്ല. കല്യാണം എന്നൊക്കെ പറയുമ്പോ കുറച്ച് സമയമൊക്കെ എടുത്ത് കഴിക്കണം എന്നായിരുന്നു എന്റെ പ്ലാൻ. അതിപ്പോ നമ്മള് പ്രവാസികൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഫോട്ടോ കണ്ട് 2 ഇഷ്ടമായ സ്ഥിതിക്ക് ഞങ്ങൾക്കിത് വേഗം നടത്തിയാൽ കൊള്ളാന്നുണ്ട്. ഇതന്നെയാണ് എന്റെ അമ്മ എപ്പോഴും പറയണത്. ഉറങ്ങാൻ സമ്മതിക്കലില്ല. അതിപ്പോ എല്ലാ അമ്മമാരുടെയും കഥ ഇത് തന്നെയാ. ഈ ഹാല എങ്ങനെ പെട്ടെന്നൊന്നും ഓക്കെ പറയണൊരു സ്വഭാവക്കാരി അല്ല. എന്റെ ഉമ്മാനെ ഞാൻ ഇത്ര സന്തോഷത്തിൽ കണ്ടിട്ട് കുറെ കാലങ്ങളായി. അപ്പോ അമീന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ലീവ് എടുത്ത് നാട്ടിലേക്ക് വരി. നിങ്ങൾ 2 കണ്ട് സംസാരിച്ച് ഇഷ്ടമായാല് ഞമ്മക്കിതാ കണ്ട് പെട്ടെന്ന് നടത്തല്ലേ. ഇനിയിപ്പോ ഈ 15 ദിവസത്തെ ലീവ് കിട്ടണമെങ്കിൽ തന്നെ 1 മാസം കഴിയുന്നതാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്. ഞാൻ പോയിട്ട് കാസിമാഷ ഹാമിന്റെ വാപ്പച്ചിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോഴേക്കും ലീവ് ശരിയാക്കിയാൽ മതിയല്ലോ. അത് ഓക്കെ അല്ലേ? അപ്പൊ ശരി, ഞാൻ എന്റെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അത് ഹാപ്പയുടെ കിട്ടിയെന്നാണ് ഉമ്മ പറയണത്. ഇൻഷാ അല്ലാ നമ്മളിനി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഇൻഷാ അല്ലാ. ഹായ്, നല്ല രസമുണ്ടല്ലോ കാണാൻ. നമ്മളിപ്പോ ജന്നത്തെത്തി പോലല്ലേ. ജന്നത്തെന്ന് വെച്ചാല് സ്വർഗാടോ. നിങ്ങളുടെ സ്വർഗത്തിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടാ? ഈ വേഗം നടന്ന അവിടെ എല്ലാരും നീറ്റിട്ടുണ്ടാവും. സുലീത്താത്ത എത്തിയാ? അക്കോപ്പ അന്വേഷിക്കണ്ടായിരുന്നു. ഞങ്ങള് കണ്ടു. ചായ കുടിച്ചോ? ലക്ഷ്മിയേച്ചി പോകുമ്പോ ഇറച്ചി എടുത്ത് കൊടുത്താളി. അമ്മ ഞാൻ കൊടുക്കാം. വേണ്ട മോളെ, ഞാൻ കൊടുക്കാം. അനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ അക്കു? ഇതിന്റെ ഒരു ഭാഷയാണ് തത്ത നമ്മളെ സെമീനോടല്ലേ. എന്നാലും അവനെ പറ്റി നല്ല വാക്കുകളേ ഉള്ളൂ. ഉമ്മ, നിങ്ങളെ കാലണ്ടർ പറ്റി ഒന്ന് എഴുതി വെച്ചോളൂ. ഇന്ന് നിശ്ചയത്തിന് വന്നവരൊക്കെ നാളെ കല്യാണത്തിന് വരുമല്ലോ. അവരെന്തായാലും ഇന്നും തിന്നും നാളെയും തിന്നും. നാളെ തിന്നു കഴിഞ്ഞ് ഓരെന്തായാലും പറയും, അല്ലാ ഇന്നലെ അക്കു വച്ച അത്രയും വന്നില്ലല്ലോ എന്ന്. ഉമ്മാക്കി കസം. അപ്പൊ ഉമ്മാക്ക് മനസ്സിലാവും അക്കോപ്പന്റെ കൈപുണ്യത്തിന്റെ പവർ എന്താണ്. ഇല്ല അക്കോപ്പ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്റ്റർബിംഗ് ആണല്ലേ. അല്ലടാ, സെമീന്റെ ഒരു ബുക്ക് നാളെ വരില്ലേ ദുബായിന്ന് ഒരു വെപ്പാര. എന്താണ് പേര്? അമ്പായത്ത് സുബ്രഹ്മണ്യൻ. അമ്പായത്ത് സുബ്രഹ്മണ്യൻ. ഈ അമ്പായത്തിന് അറിയില്ലോ ആനയെ അക്ബറിനോടാ വെല്ലുവിളിക്കണെന്നുള്ളത്. ഇവിടെ വന്ന് നാണം കിടുവല്ല പാവം. പാവോ? അല്ല അപ്പൊ ഞാനല്ലോ ഓനോ? അതിങ്ങൾ തന്നെ. ഞാനല്ലേ? എന്താണ്? അല്ല, ഈ ഇറച്ചി എങ്ങനെയാ മുറിക്കണ്ടേ? കച്ചങ്ങോട്ട് മുറിച്ചാളാ. പെണ്ണുങ്ങളെ കത്തി കൊണ്ട് മുറുക്കി. ഇപ്പൊ കേക്കുക. എന്താ പറഞ്ഞേ? മത്സരം ടേസ്റ്റ് കൂട്ടാനല്ലേ? ഇത് കഴിച്ചു കഴിഞ്ഞാല് ആൾക്കാരെ മുഖത്തൊരു ചിരി ഉണ്ടാവും. അപ്പൊ ഞാൻ സെമിന് കണ്ടു കൊടുത്താൻ പറയും. കണ്ടോളി എന്റെ പിയാപ്പിള്ളോടത് പറഞ്ഞാ ഒരു എൽ ക്ലാസിക്കൊക്കെ ഒരുങ്ങിക്കോളായി. പോയി വേഗം ഉള്ളു എടുത്തിട്ട് നിസ്കരിക്കാൻ നോക്ക്. നേരം വിളിക്കാറ്. അതിലെ വിളിക്ക്. ഓൻ സൂചിച്ചു കിടന്ന് ഉറങ്ങായിരിക്കും. അല്ലടാ, ഞാനായിക്കോളാം. ഇതും കൂടെ കഴിഞ്ഞിട്ട് പോ.
എണീറ്റിനോ? ആളമ്മ എന്നാ ചായ കുടിച്ച മോളെ. അവിടെ വെച്ചോളി, ഞാൻ എടുത്തോളാം. എവിടെ പുതിയ എവിടെ സ്ഥലോ? ഞാൻ ഇപ്പൊ കൂട്ടിട്ട് വരാം. ആ വേഗം വിളിച്ചിട്ട് വാ. നിങ്ങൾ വേഗം മാറ്റിക്കോളി. വേഗം ചെല്ലപ്പോ വിളിക്കും. മാതാ കിബില എങ്ങോട്ടാ? ആ സെമിയാ ആമാ ജിവിടെയാ മോനെ കിടന്ന്? അനക്ക് നീണ്ടു നീർന്ന് ആത്ത് കട്ടുമ്പോ കിടക്കായിരുന്നില്ലേ? ഒരാഴ്ച ആയില്ലേ മോനെ ഈ ഉറങ്ങിയിട്ട്? ഞാൻ ഉറങ്ങിക്കണുമ്മാ. നാളത്തെ റിസൾട്ടും കഴിഞ്ഞാല് പിന്നെ മനസ്സമാനായിട്ട് ഉറങ്ങാലോ. എന്നാ അമ്മ ഒരു കട്ടൻ എടുക്കട്ടെ? ഇല്ല വേണ്ട വേണ്ട, കട്ടങ്ങൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ആ അക്കു അതിനാൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. ആ 11 മണിയാവുമ്പോ നിശ്ചയക്കാരെത്തൂലോ. ആ നിങ്ങളിപ്പോ എന്തിനാ കോണിയേരം കണ്ടു വന്നു ഉമ്മ? ഞാനേ ആ പെണ്ണിനൊന്ന് ഉണർത്തട്ടെ. ഈ പള്ളി പോന്നുണ്ടെങ്കിലേ ഉപ്പാന്റെ കബറിങ്ങ കൂടി പോണം. ആ ചെക്കന്മാരെ കൂടി വിളിച്ചോട്ടാ. ആമോ ഇതൊക്കെ തുറന്നെടുക്കായിരുന്നു. നിങ്ങൾ ഇത്രയാള് ഈ കട്ടുമല്ല കിടന്ന്? ഇല്ലമ്മ, ഞാൻ നിലത്താ കിടന്ന്. ഉമ്മാന്റെ കുട്ടിക്ക് നിന്റെ അടുത്തേക്ക് വരായിരുന്നില്ലേ? താഴേക്ക് വാ, ഞമ്മക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. താഴെ മൂത്തമ്മ ഉമ്മായി എന്നെ കാത്തിക്കുന്നുണ്ട് കേട്ടാ. വരമ്മ. പടച്ചോനെ, കണ്ണ് തുറന്നപ്പോ തന്നെ ഹാരനെ വിളിക്കാനോ തോന്നി. കുറച്ച് ദിവസമായിട്ടേ ഉറക്കാണോ മയക്കാണോ എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഈ ഹാലേ നല്ല രസമുണ്ട്. നാളെല്ലാം ഇപ്പൊ നമ്മുടെ നിക്കാവ്. ഇതുവരെ ഒന്നും നമ്മള് കാര്യമായിട്ട് വർത്താനം പറഞ്ഞില്ല എന്ന് പറഞ്ഞാല് ആരും വിശ്വസിക്കൂല കേട്ടോ. അല്ലേ? നിങ്ങൾ ഇപ്പോഴൊന്നും മിണ്ടണം ചേട്ടാ. നിക്കാവിന് മുമ്പേ കാര്യമായിട്ട് സംസാരിക്കണം നല്ലതല്ലേ? അങ്ങനല്ലേ? തിരക്കിലാണോ? ഉമ്മന്നെ നിസ്കരിക്കാൻ വിളിച്ചിരുന്നു. ഞാനേ പിന്നെ വിളിച്ചാ മതിയാ? ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ഹാല തന്നെയാണ് പറഞ്ഞേട്ടാ. അത് ഞാൻ ഉറങ്ങിപ്പോയതാ. ഫ്രീ ആകുമ്പോ വിളിക്കോ? ഓക്കെ. സലാം. സലാം. ഓക്കെ. നിങ്ങളെങ്ങോട്ടാണ്? ലിയമോൾക്ക് മുല്ലപ്പൂ വാങ്ങാൻ. ഇപ്പളാ? ആ, ഞാൻ അമീനെ എണീച്ചിക്കണം നോക്കട്ടെ. ഓൻ ഉറങ്ങിക്കോട്ടടി. അല്ല, ഞാൻ പോയപ്പോ നിനക്ക് കുഴപ്പമോ? വഴി നിറച്ച നായ്ക്കളാന്നു. നിങ്ങൾ അവിടെ നിക്കി. എന്താ പാൽ കുടിക്കുന്ന? പിന്നെ മാമ കുട്ടിക്ക് എന്താ വേണ്ടിയേ? മുല്ലപ്പൂ വേണം. മുല്ലപ്പൂ വേണോ? മാമക്കൊരു മട്ടിയേ? ഇല്ല. എന്നാ മുല്ലപ്പൂ വരില്ലട്ടാ. അമ്മയും തുറന്നോക്ക. എന്റെ അളിയന്റെ ഗിഫ്റ്റ് എത്തിക്കണ്. അടിപൊളി കളറാണ്, നല്ല രസമുണ്ട്. നല്ല റങ്കുണ്ടല്ലേ പുതിയാപ്പിള കുപ്പായം? ഇത് പുതിയാപ്പിള കുപ്പായ? ഒന്ന് ഇട്ടാണിച്ചാ. ഇപ്പഴാ ഞാൻ മുല്ലപ്പൂ അടിച്ചു വന്നിട്ടാ. നിങ്ങളെ വണ്ടി ചാവി നോട്ടിനെ. എടാ അത് ഇന്നലെ അമ്മയുടെ കൂട്ടുകാരൻ കൊണ്ടുപോയതാണ്. ഈ ആ കുട്ടന്റെ അച്ഛന്റെ വണ്ടി എടുത്തോ? കുട്ട എണീച്ചിട്ടുണ്ടാവും. ചെല്ല്. എന്തിനാ വീടിന്റെ ഉള്ളിൽ കയറ്റിക്കണേ? മുറ്റത്ത് വെച്ചാലേ നായ മൂത്രി. പിന്നെ മൂത്രയ്ക്ക നായ എന്റെ വണ്ടി തിരഞ്ഞു വരുമല്ലോ. എങ്ങട്ടാണ് രാവിലെ എന്റെ പച്ച ഷൂ കിട്ടിട്ട്? എങ്ങട്ടാന്നാ? നിങ്ങടെ കല്യാണല്ലേ മാൻ? ഇന്നല്ലല്ലോ, നാളല്ലേ. നാളെ വേറെ ലുക്കിലാണ്. ഇതൊക്കെ ആരൊക്കെ അമ്മേ ഒരു ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ കുടിച്ചിട്ട് ഇറങ്ങി. നിശ്ചയത്തിനുണ്ടല്ലോ കുട്ടൻ വരൂട്ടാ. കുട്ടന്റെ അച്ഛൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് വരാൻ കഴിയില്ലാന്ന്. എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതെ, എന്നെ വിളിച്ചു. പിന്നെ കുട്ടൻ മതിയല്ലോ. ഞാൻ പറഞ്ഞൊന്നുമില്ല, എനിക്ക് പന്തല് പണിയുണ്ട്. പോയിക്കോളണ്ടിയക്ക. അതെ, നിങ്ങടെ അക്കരത്തമ്മ എപ്പോഴാ വരാ?
അന്നെ ഞാനവിടെ ഒരു 100 കൂട്ടം പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാത്ത പെണ്ണിനെ നോക്കി കിടന്ന കുട്ട അനക്കിന്റെ കിട്ടൂട്ടാ. അജ്ജേ നിങ്ങൾ ഈ രാജ്യം വിട്ടുപോയിട്ടും പ്രോഗ്രസ്സിലിട്ടിക്ക. അമ്മയൊക്കെ ഞങ്ങൾക്കൊരു ഉപദേശം താങ്ങോ? നിങ്ങൾ കുറച്ചും കൂടി റൊമാൻറ്റിക് ആണോട്ടെ. അതിന് മോൻ എന്റെ റൊമാൻസ് കണ്ടിട്ടില്ലല്ലോ. പൊറാട്ടക്കല്ല് ചൂടായാ? ഞാൻ വരുമ്പോ പൊറാട്ടക്കല്ല് മഞ്ഞത്തെടുക്കിട്ടാ. ബാപ്പുട്ടിയാക്കത്തിൽ വന്നില്ല. പോയി പൊറാട്ട അടിച്ച് അന്റെ കല്യാണായിട്ട് 2 ദിവസം പള്ള കാലിയാക്കിട്ടാ വന്നത്. കിട്ടിയില്ലെങ്കിൽ മച്ചാനെ കിച്ചണൊന്നും ഉണ്ടാവില്ലട്ടാ. ആനക്ക് തിന്നാളൊക്കെ അവിടെ ഉണ്ടാവുക. വാടാ നിങ്ങള് വലിയ ദുബായിക്കാർ. കുൽസു കണ്ണാടാണോ? കുൽസുന് കണ്ണാടാക്കണം? വേണ്ട, ഓക്കെ ഞാൻ വെക്കാം. എന്താ എന്റെ മുഖം ഒരുമാതിരി? അല്ല ഉറക്കൊന്നുമില്ലാതെ തോന്നണ്. എന്തെന്ന് ഞമ്മളിതൊക്കെ കഴിഞ്ഞാലേ നമ്മക്കറിയാലോ. ഈ സമയത്ത് ഉറക്കല്ലായ്മയും ആ നിലാവും അതൊക്കെ തന്നെയല്ല എന്റെ സുഖം. ആ സുഖം എനിക്കില്ലാന്ന്. ലെഫ്റ്റ് ഇത് കണ്ട ഒരു മര്യാദക്കുള്ളൊരു ഫോട്ടോ പോലും ഇതിലില്ല. പിന്നെന്താ അതൊക്കെ വീഡിയോ ആണോ? എടാ ഇതൊക്കെ ഞാൻ തന്നെ ഓളെ ഇൻസ്റ്റാഗ്രാമിൽ കയറി സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ആരും ചോദിച്ചാ കാണിച്ചു കൊടുക്ക ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ പറയും. ക്രോപ്പിംഗ് ഒന്നും ശരിയായിട്ടില്ല. ഈ എഡ്ജൊക്കെ കയറില്ലാണ്ടില്ലേ? അത് ശരി. ഞാൻ ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ എന്താ മനസ്സിലായേ? അതല്ലളിയാ. എടാ എനിക്കൊരു കാര്യം അറിയോ? ഞാൻ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അയക്കും. അതിന് തിരിച്ച് രാത്രിയിൽ ഒരു സ്മൈലി വന്നാ വന്നു. ഇപ്പൊ വിളിക്കാൻ പറഞ്ഞിട്ട് പോകും. പിന്നെ എപ്പോ വിളിക്കുന്ന ഒരു ഐഡിയ. എന്നിട്ട് നാണം കിട്ടും ഞാൻ തന്നെ വിളിക്കും. ഇതൊക്കെ സാധാരണ അല്ലേ? ഈ ഒരു കാര്യല്ലേ ശരി. ഈ എന്ന് പറഞ്ഞിട്ട് ഒരാള് ഈ ലോകത്ത് ജീവിച്ചിരിക്കണെന്ന് ഓൾ അറിഞ്ഞിട്ട് 10-13 ദിവസമായിട്ടുള്ളൂ. അനക്കും തിരിച്ചങ്ങനെ തന്നെ അല്ലേ? ആ ഒരു ദിവസത്തെ ബന്ധം വെച്ചിട്ട് ഹായ് വിളിന്നൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുമോ? ഒന്ന് സെറ്റ് ആവാൻ സമയം കൊടുക്ക്. എന്താ ഈ പറഞ്ഞേ? ഞാൻ ഈ പെണ്ണുങ്ങളെ കാണാത്തോ മെസ്സേജ് അയക്കാത്തൊന്നല്ല. ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. നാളെ നേരം വെളുത്താ തീരാവുന്ന കൺഫ്യൂഷൻസ് എനിക്കുള്ളൂ. എല്ലാം ഓക്കേണ്. ചില്ലാവ്. ചില്ലാവണം. എന്താ എന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം പാതിച്ചിരി ചന്ദ്രികയെ 14ന്റെ ചേലൊളിയെ കാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ മധുരക്കിനാവിന്റെ കഥക തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ കലബലതറിയാം പെണ്ണെ ദപ്പിൽ മുട്ടുന്നു പിന്നെ കോതിൽ കൊട്ടുന്നു നിന്റെ നെഞ്ചിൽ തട്ടുന്നു ഇരുമേതകത്തെ താളം തമ്മിൽ കൊള്ളാനായി പെണ്ണെ ആൺമേ കൊണ്ടോനാ മണ്ണും ഇന്നും മുന്നോനാ സ്വർഗത്തിങ്കാലെത്തിപ്പെട്ട എത്തീമിനാളെ പടയാളികളായനമായനമായ സമരോത്സുകരായ പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംവിധയാ
പല കവികൾ പണിതിട്ടൊരു സംഭവമാ പല പാമന മാനവ മാനസ സങ്കട സംഗതിയാ ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിനാളെ ശങ്കപ്പൂമ്പാറ്റെ തെന്നിപ്പാറല്ലേ നിൻചിറകടി സിൽസിലയാലെ അത് പൊടിയണ പണിമലരാകെ പൂമ്പൊഴിതരി ചിന്തന പൂക്കൾ ചോക്കണ പൂതികളായ പൂവിതാകണ പൂത്തു നിൽക്കണ പാട്ടുപാടണ മോഹത്തോടെ തൻ മനത്തിലെ മനയറയാകെ നിറമലരണി വർണ്ണനയാലെ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തിനാളെ മധുരക്കിനാവിന്റെ കഥക തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ കലബലതറിയാം പെണ്ണെ തപ്പിൽ മുട്ടുന്നു പിന്നെ കോലിൽ കൊട്ടുന്നു നിന്റെ നെഞ്ചിൽ തട്ടുന്നു ഇരുമേതകത്തെ താളം തമ്മിൽ കൊള്ളാനായി പെണ്ണെ ആൺമേ കൊണ്ടോനാ മണ്ണും മിന്നും വന്നോനാ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തിമിനാളെ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ. ഓളെ മൊത്തെടുക്ക് സങ്കടം ഉണ്ടാന്ന് ഏയ് അണക്ക് വെറുതെ തോന്ന സുലു മുണ്ടാണ്ടിരുന്ന് തിന്നോളണ്ടി മടി കാണാൻ എനിക്ക്. നീ കഴിക്കണ്ട. ഹലോ ഗേൾസ്. അപ്പൊ തൊയ്ബ് വേണോ സാറോ? എല്ലാരും ഹാപ്പിയാണ്. മൂത്തുമ്മാക്ക് അമ്മായിക്കൊക്കെ വീട്ടിൽ കല്യാണമായാലും നല്ല സന്തോഷമുണ്ട്. അതിപ്പോ കൊറേ ആയില്ലേ എല്ലാരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട്. അതിന്റെ ഒരു തെളിച്ചുണ്ട് എല്ലാവരുടെയും മുഖത്ത്. ഒന്ന് രണ്ടാഴ്ച കൊണ്ടുണ്ടായ കല്യാണം ആയതുകൊണ്ട് വിളിച്ചെത്തൂലെന്നാ ഞാൻ വിചാരിച്ചത്. എന്നാലല്ലേ വരുന്നതിന് എനിക്ക് തോന്നണം. എന്താ ഈ ആഴ്ച കണക്ക്? കൊല്ലം 4-5 ഞാൻ ഓക്ക് ചെക്കനെ തരാൻ തുടങ്ങിയിട്ട്. ഇതിലെ ആഴ്ചന്റെയും മാസത്തിന്റെയും കണക്കൊന്നുമില്ല ബത്തുവോ. എടാ അതോ എന്താ സബർക്ക എന്തത് എന്ത് അതെനിക്ക് ഞാനും തന്നെ ചോദിക്കായിരുന്നു. എന്തൊരു കഷ്ടം നോക്കി. ഇതാ ഇവന്റ് മാനേജർ കൊടുത്തേച്ചതാ. ഇവന്റ് മാനേജ്മെന്റുകാരെ ആരയിപ്പിച്ച്? അത് ഞാനാ. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ടെന്ന് ഞാൻ പറയില്ലേ? പോത്തെ ഞാൻ പറയണത് നീ എന്ത് വെച്ചാണ് കേക്കണത്? അല്ലേക്ക് ഇത് കൊടുത്തേക്കലേ. ഇത് കൊടുത്തേച്ചോ. ഒരു കാര്യം പറഞ്ഞാൽ ഈ മണ്ട വെച്ച് ആലോചിക്കും. ഞാൻ എന്താണ് പറയണത് ഓരോ എന്താണ് കേക്കണത്? അല്ലോ ആ ആലേന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ഒരു ഭക്ഷണം കഴിച്ചിരിക്കണം. ഓരോ കഴിച്ചു. ഈ കഴിക്കണല്ലേ? 5 6 7 8 9 10 ഈ എണ്ണിക്കോ. എല്ലാരും ഒളിച്ചോട്ടോ. 1 2 3 4 5 6 7 ഹല നീ ഹാപ്പി അല്ലേ? അല്ലാന്ന് തോന്നി എനക്ക് കുറച്ച്. എക്സ്പ്രഷൻസ് ഒന്നും അത്ര പോരല്ലേ? കറക്റ്റ്. അന്റെ ഉള്ളിന്ന് വന്നില്ല. പൊടി ഉണ്ടല്ലോ നമ്മുടെ ഈ കല്യാണൊക്കെ ആവുമ്പോ ഉണ്ടാവേണ്ട ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അതില്ല. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതർവൈസ് ചില്ലാണ്. അന്റെ ഉള്ളിലൊന്നുമില്ലല്ലോ അല്ലേ? വേറൊന്നും ഇല്ലടി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഇല്ല, അതാ എന്റെ വില്ല. ശരിയായിക്കോളൂ അല്ലേ? അതൊക്കെ ശരിയായിക്കോളൂ. നീ ഹാപ്പി അല്ലേ? പിന്നെന്താ, എല്ലാം സെറ്റ് ആയിക്കോളൂ. പഠിച്ചോണ്ട് എന്റെ കുട്ടി. ഞാൻ പോരാട്ടോ. എന്താ ഇതിലൊക്കെ ചെളിയാവൂലേ? ഇതാര് കാണാനാണ് ഈ ഒഴുക്കൊക്കെ? പിടിച്ചേ. അപ്പൊ ഇതാ അത് ഞാൻ കൊടുത്തോളാം. എന്നാ അമിയേ. എന്തമ്മാ? ആരാണ്? എടുത്തോ. ഇല്ല, പിന്നെ തിരിച്ചു വിളിച്ചോളാം. അമിയെ ഇയാളെയും കൊണ്ടുവന്ന കുപ്പായം ഒന്ന് ഇട്ട് നോക്കോ. നിങ്ങക്ക് എന്തിന്റെ സൂക്കടമ്മ? കൊന്നും വയ്യ രാജാവിന്റെ കുപ്പായിട്ട് കിടക്കാം. പുതിയ ആപ്പിള കുപ്പായാണിത്. പിന്നെ പുതിയ ആപ്പിള കുപ്പായം
ഈ അതൊന്ന് വെറുതെ ഇട്ടിട്ട് അളിയനക്കൊരു വീഡിയോ കോൾ ചെയ്യേ. അതൊക്കെ ഒരു സന്തോഷല്ലേ, ഉമ്മാന്റെ കുട്ടിയല്ലേ. പൊന്നാരമ്മ ഞാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ നാട്ടുകാരൊക്കെ ചിരിക്കും. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തത്? എടാ പിന്നെ മൂത്താപ്പനെ കല്യാണ നിശ്ചയത്തിന് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കല്യാണത്തിന് വരൂലെന്ന്. നമ്മുടെ മൂത്താപ്പേ? മൂത്താപ്പനല്ലേ ഈ കല്യാണ നിശ്ചയമൊക്കെ തീരുമാനിച്ചത്? എന്റെ മൂത്താപ്പയാണ്. ഒരു വട്ടം കൂടി പോയി പറഞ്ഞു വെച്ചിട്ട് എന്റെ വളയൊന്നും ഊരി പോയില്ല. ചെല്ല്. ഇനി അവിടെ കുത്തിരിക്കാണ്ട് കാര്യം ചെല്ലിട്ടാ. ഇനി വേറെ വിളിക്കാനുള്ള ലിസ്റ്റ് ഉണ്ടോ? വണ്ടി എടുത്തോ? സാറാ ഇന്ന് ഹാലമമ്മിക്ക് കൊണ്ട് കൊടുത്ത ഹലോ. ഹലോ ആരാ? ഹാലല്ലേ? ഇത് ഹാലയ്ക്ക് കൊടുത്തോളി. ഞാൻ കൊടുക്കാം. ഹലോ ആരാ? എനർജി ഒന്നൂടെ. ഹലോ ബാബയ്ക്ക് ഫോൺ. എന്താ മോളെ ഫോട്ടോ എടുത്തു കൊടുക്കല്ലേ? ആരാ? നമ്പറാ അറിയാത്തവരെ എടുക്കണ്ട. പിന്നെ വിളിക്കാൻ പറ. ഹലോ ഹലോ. എടുക്കാന്നാ കല്യാണ പേരേക്ക് ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ ഇന്നെ വിളിക്കാതെ കല്യാണത്തിന് എനിക്ക് പോണ്ടാന്ന്. നിങ്ങള് വരണ്ട, ഞാൻ പോകും. നിങ്ങളിവിടെ കുട്ടികളെ മാരി വാശിയും പിടിച്ച് ഇവിടെ ഇരുന്നു. എനിക്കെന്റെ അഭിമാന വലുത്. അഭിമോനാ? മൂത്താപ്പ പുയ്യപ്പുറത്ത് എങ്ങോട്ട് തന്നെ അവിടെ പണിയില്ലേ? ഞാൻ മൂത്താപ്പാനെ നിശ്ചയത്തിന് വിളിക്കാൻ വേണ്ടി വന്നാ. ഞാനുണ്ടാക്കിയ കല്യാണത്തിന് എന്നെ തന്നെ വിളിക്കാൻ വരിക? ഞങ്ങൾ അങ്ങോട്ട് വരാൻ റെഡി ആയി നിൽക്ക അല്ലേ? ദൈവള് മാറ്റിക്കണേ. കുപ്പായ തന്നെ പണിയുള്ളൂ. ഈ നിക്കട്ടാ, ചൂടുള്ള ആട്ടുംപാലും കൊണ്ടുവരാം. മൂത്തമ്മക്കൊന്നും വേണ്ടെന്നു. ആ കൊറേ പണിണ്ട് വീട്ടിൽ പോയിട്ട്. നാട്ടുംപാലൊന്നും അല്ല. ഏതായാലും വാ, കുടിച്ചിട്ട് പോവാ. എനിക്ക് കുപ്പായ മാറ്റാലോ. വരി. അമിയ അനക്കിടാള ഇന്ന് വൈകുന്നേരത്തെ പുതിയ കുപ്പായം എങ്ങനെയുണ്ട്? എന്താണ്ടത് മലമ്പാമ്പിന്റെ തോല എന്നെ കൊണ്ടൊന്നും വയ്യ. എന്ത് തോലാണെങ്കിൽ എന്താ സ്വന്തം ലോഹിക്കാരന്റെ എല്ലാത്തിനും ഇങ്ങനെ ദ്രോഹിക്കണെന്ന് ഇത്ര നിർബന്ധം അരുണേ? എന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങള് പറയും ഈ കേൾക്കും ഈ രണ്ടു ദിവസം അത്രയും തുൽമുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിലും നല്ല എന്റെ അളയാൻ കൊടുത്ത കുപ്പായട്ടാ. പിന്നെ ഇത് രണ്ടും ഞാടൂല. റഹ്മാൻക്ക് ഓൺ ഫയർ ആണല്ലോ. അമീർ എന്തേ? ഓനപ്പരൊക്കെ കൂടിട്ടേ അനക്ക് പുതിയ ആപ്പിൾ ഇറങ്ങുമ്പോഴത്തേക്കുള്ള കാറ് സെറ്റാക്കാൻ വേണ്ടിക്കാണ്. എന്താണ് നായ്ക്കളെ ചെയ്യുന്നേ? സംഭവം പൊളിയാട്ടാ. ഇതിലൊക്കെ കേറാണെങ്കിൽ തന്നെ ഒരു അന്തസ്സാ. അനക്ക് നല്ല പൊളിക്കാരോ ഓടിക്കണേ ഞാനല്ലേ. ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അമീർ എനിക്ക് എന്താ അറിയാ? എടാ ഇത് വിന്റേജാ. എടാ ബാൻഡേജ് ഒട്ടിച്ച പോലെ ഉണ്ട്. റാപ്പ്. എടാ അതെന്റെ അക്കരത്തമ്മയല്ലത്. റയാനെ ഒലിപ്പിച്ച് അലമ്പാക്കരുത്. അമ്മായിക്ക് മനസ്സിലാവട്ടാ. അസ്സലാമലൈക്കും. ഇതെന്താടാ സർക്കസാര വണ്ടിയാ? അമ്മയൊക്കെ പുതിയ പിള്ളേർക്കുള്ള വണ്ടിയാണ്. മൂത്താപ്പ കണ്ടില്ല? അവിടെ എത്തുമ്പോ കണ്ടോളൂ. കേറി കാണണ്ട കേട്ടാ. നോക്കി കേറിക്കോളി. തട്ടി സെപ്റ്റിക് ആവണ്ട. കുഞ്ഞോളെ കേറി. പോവാ.
അമേസിംഗ്. ഇതിലാര് പോകുന്ന പറഞ്ഞേ? പുതിയാപ്പിള പോവും. പുയ്യാപ്പിള പോവൂല, പുയ്യാപ്പിള കൂട്ടുകാർ. അത് നമുക്ക് ഞങ്ങൾ തീരുമാനിച്ചോളാം. കാണാം. ആമിയെ, ഈ കാറിൽ പുതിയാപ്പിള പോയാലേ അന്റെ മാനാട് പോവും. അന്നെ ഇയാളെ ഞാൻ പറയും. എന്ത് പറയുന്നു? ഇത് പറയുന്നു. അതർ ഓപ്ഷൻ നോ, ഒരു ഓപ്ഷനും ഇല്ല. നീ മിണ്ടരുത്. ഇനിയൊക്കെ എന്റെ മൂത്താപ്പ നോക്കിക്കോളൂ. പോളീസ് സാധനം മൂത്താപ്പ എവിടുന്ന് ഒപ്പിച്ച് അമ്മി പെട്ട് എന്തേടോ അനക്ക് വിളിച്ചില്ലേ? അനക്ക് മനസ്സിലാവില്ല, അത് കലാകാരന്മാർക്ക് മനസ്സിലാവും. രസം കലാബോധം വേണം. കലാബോധം വേണം. ഓൻ വരണ്ടേന്ന്. പിന്നെന്തിനാ തീർത്തി വെച്ചിരുന്നു? ഒരു സംഗതിക്ക് പോകുമ്പോ സമയത്തിന് എത്തുന്നുള്ള ബോധം മനസ്സിന് വേണ്ടേ? ഓനെ വിളിച്ചപ്പോ കൊടുത്തയച്ചെന്നാ പറഞ്ഞത് പെണ്ണുങ്ങള്. എന്റെ തലേ കൊടുത്തയച്ചുള്ളൂ. കൊടലുണ്ട്. വണ്ടി എടുത്തോ? അതെ കാസിമേ, അങ്ങോട്ട് വാ. ഞങ്ങൾ പോയി നിശ്ചയിച്ചിട്ടൊക്കെ വരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. അസ്സലാമു അലൈക്കും. സമീർ വരി. അപ്പൊ എന്നാല് ഞമ്മള് വന്ന കാര്യം നോക്കല്ലേ? അപ്പോ നമ്മളിപ്പോ എന്തിനാ കൂടിക്കണിച്ചാല് ഈ എടക്കരകത്ത് കാസിമിന്റെയും തെക്കേ വളപ്പില് സുലൈക്കയുടെയും അലീമയുടെയും മൂത്ത മകനായ അമീൻ കാസിമിന്റെ, അതോടൊപ്പം ആനകത്ത് ബാവയുടെയും, അല്ല അങ്ങനെ തന്നെ അല്ലേ, ആനകത്ത് ബാവയുടെയും മുസ്ലിരകത്ത് സുലൈഖയുടെയും ഇളയ മകളായ ഹല പർവീനുമായുള്ള നിക്കാഹിന് തീയതി കാണാന്നുള്ളതാണ്. കഴിച്ചില്ലായി. അപ്പൊ നാളേക്ക് എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ദിവസം അങ്ങോട്ട് കാണുക. അതേതെങ്കിലും ദിവസം നോക്കിയിട്ട് കാര്യമില്ല, നല്ലൊരു ദിവസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം 16-ാം തീയതി നല്ലൊരു ദിവസം ഉണ്ട്. അതാവുമ്പോ 2 ദിവസം അടുത്ത ലീവും കിട്ടുമല്ലോ. അങ്ങനെ ഓണത്തിനൊക്കെ 10 ദിവസം ലീവ്. അല്ല, ഓണത്തിന് നടത്താൻ പൂക്കള മത്സരം അല്ലല്ലോ. അപ്പോളേ ഈ മാസം 15 ഞായറാഴ്ച ആക്കിയാൽ എന്താ എല്ലാവരും അഭിപ്രായം? അങ്ങനെ നോക്കിയാല് ഷവ്വാൽ 18ആണ്. എന്താ എല്ലാരും അഭിപ്രായം? നല്ല ദിവസമല്ലേ മുസ്ലിയരെ? എല്ലാ ദിവസവും നല്ല ദിവസം തന്നെയല്ലോ. അപ്പൊ പിന്നെ എല്ലാവർക്കും സന്തോഷായില്ലേ? എന്നാ പിന്നെ പള്ളക്കുള്ള നോക്കിയാലാ. എന്നാ പിന്നെ കഴിക്കലും വലിയ അൽ ഫാത്തിഹ. ഫോൺ നമ്പർ ഉണ്ടെന്ന് തരണം. അത് നമ്മളെ ഭാഗത്ത് ഇങ്ങനത്തെ വെപ്പ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനാണ്. ഓ, വലിയ കാര്യം. എന്താ അവിടുത്തെ വെപ്പ് തരണ? സുബ്രേട്ടാ, നിങ്ങളിതിപ്പോ എത്തി? പുറപ്പെടുന്നതിന് മുമ്പ് വിളിക്കാന്ന് പറഞ്ഞല്ലേ?
കൃത്യസമയത്ത് എത്തിച്ചേരുന്ന ഒരാൾ പുറപ്പെടുന്നതിന് മുമ്പ് വിളിക്കണമെന്നുണ്ടോ? ഷമീർ സാറോടെ സമീർ അകത്തുണ്ട്. കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ കൈയോടെ അകത്തേക്ക് കിടന്നാലോ? ഇത് നമ്മുടെ പരിപാടി. അമ്പായത്ത് സുബ്രഹ്മണ്യ സാറല്ലേ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ലേ? നിങ്ങളാണോ കുക്ക്? കുക്കല്ല, ഞാൻ വെറുതെ. നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് മോശമായാൽ അത് ബാധിക്കുന്ന എന്റെ കമ്പനിയല്ലേ? അതത്ര മോശമായിട്ട് ഭയങ്കര അഭിപ്രായമാണ്. കൊച്ചു കുട്ടികൾ മുതൽ ടോപ്പ് സീനിയേഴ്സിന് വരെ ഫുഡ് വർക്കായി എന്നുള്ളതാണ്. അതേതോ ദൈവഭാഗ്യം. അമ്പായത്ത് കേറ്ററിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞങ്ങളൊരു കേറ്ററിംഗ് ഏറ്റെടുത്താൽ അവിടെ ഒരു കൊച്ചുകുട്ടി പോലും എന്ത് വെള്ളം കുടിക്കണം തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതും പുറത്തുനിന്ന് ഒരാൾ കുക്ക് ചെയ്യുന്നതും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ലോ ഷെഫ്, ഇതങ്ങനെ പുറത്തുനിന്ന് ഒരാളല്ല, ഞങ്ങളുടെ ഇളാപ്പയാണ്. അതെന്റെ പ്രശ്നമല്ല. സമീർ സാർ വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പിന്നെ ഇത് തൽക്കാലം ഞാൻ വിട്ടിരിക്കുന്നു. അത് മതി. ആയിരുന്നില്ലേ? ഒന്ന് ഡിലീറ്റ്. എന്താണ് അയാളാ മൂടും മോറും കണ്ട് നമ്മളെ മറ്റേ ഡിഷിന്റെ പരിപാടി നടക്കുന്നൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് ആവില്ല. നമ്മൾ പോയി സംസാരിച്ച സംഭവം നടക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരിയുന്നു വേണ്ട സംസാരിക്കും ഞാൻ. അവരിറങ്ങിയിട്ട് ഒരു 10-20 മിനിറ്റ് ആയി. അത് ശരി. ഇത് അവരോട് എത്തി. എത്തിയുള്ളൂ. ഫ്രീ ആണ്. ഞാനൊഴിച്ച് ബാക്കി എല്ലാരും ഇവിടെ തിരക്കിലാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പറഞ്ഞോളി. ഇങ്ങനല്ല, നേരിട്ട് സംസാരിക്കണം എന്നാ പറഞ്ഞത്. നാളെ നമ്മള് നേരിട്ട് കാണുമല്ലോ. അത് കാണും. പക്ഷെ അതൊരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ ആവൂലേ? രസമൊക്കെയാണ്. പക്ഷെ പെട്ടെന്നുണ്ടായ കല്യാണമായോണ്ടേ ഇങ്ങക്ക് എന്നോട് ഇഷ്ടമുണ്ടോ അതുപോലും അറിയില്ല. സത്യമായിട്ടും അതൊക്കെ ഒന്ന് ഓപ്പണായി സംസാരിച്ച ഒരു സമാധാനം കിട്ടും. അതാ. നാളെയാണ് നമ്മുടെ കല്യാണം. അതാണ് ഹൈലൈറ്റ്. അതെ. പക്ഷെ എന്നാലും ശരിക്കും നമ്മളിപ്പോ എന്ത് സംസാരിക്കാനാ? കല്യാണത്തിന്റെ ശേഷം ഇങ്ങനെ ചോദിച്ചാ തീർന്നിട്ടാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ തുടങ്ങാം. ശരി എന്നാ നമുക്ക് കോംപ്രമൈസ് ആക്കാം. ഇന്ന് ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ പത്തോടിയുള്ള അങ്ങോട്ടേക്ക് വന്നാ മതി. ഇപ്പൊ തന്നെ ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങുമ്പോ വിളിക്കാം. അല്ല, നിങ്ങള് വിളിക്കുമ്പോ ഞാൻ ഇറങ്ങിട്ട് അങ്ങനെ വേണ്ടല്ലേ? ശരി. കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്നാ വലിയതായി. ആ പൈപ്പ് അന്റെ കൂടെ MES പഠിച്ച ജവഹറിനെ ഓർമ്മ എനിക്ക്? ജവഹർ പാട്ടുകാരനല്ലേ? ഓൻ തന്നെ. ഓ എന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞിരുന്നു. ഓ നാട്ടിലുണ്ടോ? ഓ അവിടെ ഉണ്ട്. എന്നാ അവനോട് കല്യാണത്തിന് വരാൻ പറയുന്നില്ല എനിക്ക്? പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഞാൻ റെഡിയാക്കിയിട്ടില്ല. അമീൻ കാണുന്നെന്ന് തന്നെയാ പറയണ്. നമ്മള് ബ്യൂട്ടി പാർലറിലേക്ക് പോകുമ്പോ ഈ വരുന്നില്ല? പിന്നല്ലാണ്ട് ബത്തു ബാബിനോട് പറയണോ? മാണ്ടല്ലേ? എല്ലാവരുടെയും അപ്രിസിയേഷൻ കിട്ടിയതല്ല. നിങ്ങളെ ഒന്ന് ചോദിക്കുക, സംഭവം വർക്കാവും. എന്നിട്ട് ഞാൻ ഇവന്റെ മുമ്പിൽ തല കുനിക്കണം. നമുക്ക് സമീറിനോട് സമീർ ഖാനോടോ? എന്ത് സമീർ ഖാനോട്? എനിക്കല്ല, എനിക്ക് വരാ. അല്ല അപ്പൊ കോൺസിക്വൻസ് സ്പീക്കറുമായിരിക്കും. സെമിയ, അതെന്തായാലും നാളെ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. സെമിയ, വിളിക്കാം ആളപ്പോ. നമ്മളെ ഇച്ചറിഞ്ഞല്ലേ? ഭയങ്കര അഭിപ്രായം എല്ലാവർക്കും. ഉഷാറായിക്കണേളാപ്പാ. കൺഗ്രാറ്റ്സ്. ആയിക്കോട്ടെ. അല്ല അപ്പൊ സെമിക, നാളത്തെ കാര്യം എങ്ങനെയാന്ന്? നാളെ ഇപ്പൊ എന്താണ്? അല്ല, എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടേ. എന്റെ ഡിഷ് കൂടി വേണമെന്ന്. ഈ ഒന്നതാ അമ്പായത്തിനോട് പറഞ്ഞാട്ടാ. എളാപ്പ സുബ്രുവേ ഈഗോയിസ്റ്റിക് ആണ്, ഈ പെർഫെക്ഷനിസ്റ്റ്. അപ്പൊ തലേന്ന് പോയിട്ട് ഓനോട് പുതിയ ഡിഷ് എന്നൊക്കെ പറഞ്ഞാല് ഹാലളകും.
അത് നടക്കൂലപ്പ. സുബ്രു ഭയങ്കര ഈഗോ ആണോപ്പാ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ? എപ്പം പറഞ്ഞു? ഞാൻ പറഞ്ഞിരുന്നു. കുഴപ്പമില്ല. ഈ വേദനയുള്ള നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇല്ല, അതിപ്പോ കുറച്ചു നേരമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കാലൊന്ന് പൊന്തിച്ചാനെ. ചെരുപ്പില്ലാതെ കവറങ്ങ പോയാ കല്ലല്ല കുത്തുക, പാമ്പാ കുത്തുക. ഓരോരോ സെന്റിമെന്റ്സ് ആയിട്ട് നടന്നോളി. വേദനണ്ടാ? പെയിൻ കില്ലർ ഒന്നും പിന്നെ പറ്റൂലല്ലോ. ഇതൊരു സുഖമുള്ള വേദനയാണ്. വേദനയ്ക്ക് സുഖമുണ്ട്. പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്ന സമയത്ത് ദിവസേന 4-5 ഉണ്ടാവും കാലിലറിയും. ആ അമ്പായർ സുബ്രു നിങ്ങളെ പരിചയക്കാരനല്ലേ? എന്താ? അല്ല, അയാൾ അവിടെ ഇരുന്ന് തള്ളണുണ്ടേ. ജ്വല്ലറി ബോക്സ്. ആഹാ, നല്ല രസമുണ്ടല്ലോ. 2 വാങ്ങായിരുന്നു. എന്റെ ബത്തുബാബി, നിങ്ങൾ എനിക്ക് വാങ്ങിയ വാച്ച് ദുബായിൽ വെച്ച് മറന്നില്ലേ? ഫ്ലാറ്റിലുണ്ട്. മമ്പറത്തെ തങ്ങളാണ് സത്യം. ദുബായിലുണ്ട്. ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ ഇതൊന്ന് ആലക്കൊണ്ടേ കൊടുക്കി. നിങ്ങളെ പങ്ങളല്ലേ, നിങ്ങൾക്ക് കൊടുത്താ എന്താ? എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ കുറെ ആലോചിച്ചു. ഞാനോളെ ഇക്കാക്കയാണ്. ഓക്ക് വേണ്ടി ചെയ്തതിൽ ചിലപ്പോ ചിലത് കൂടി പോയിട്ടുണ്ടാവും. പട്ടണൊക്കെ ഞാൻ തിരുത്തണുണ്ട്. ഇപ്പൊ നിങ്ങളിത് കൊണ്ടേ കൊടുക്കും. അല്ല ഖദീജത്ത, നിങ്ങളിപ്പോ ആരായിട്ടാണ് കളിക്കണേ? ഞാനും മിണ്ടായിരിക്കും സുലേഖ. അല്ലെങ്കിൽ തന്നെ നിന്റെ വർത്താനം കൊണ്ട് എന്റെ 2 കരു പോയിട്ടാ ഞാൻ ഇവിടെ ഇരിക്കണേ. നിങ്ങള് തിരക്കില്ല? ഖദീജത്ത നല്ല തിരക്കില്ല. സുലു, എന്നോട് ഞാൻ പറഞ്ഞേ. ഇതേ സമീക്ക ഹാലക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാ. നിങ്ങളൊന്ന് കൊടുക്കി. അതെന്താ ഓന് കൊടുത്താല്? ഞാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ കൊടുത്തോളൂന്നാ പറയണ. മോള് കൊടുത്ത ചെല്ലി. അതിപ്പോ മോള് കൊടുത്താലും സെമി കൊടുത്താലും ഒരുപോലെ തന്നെ മതി. കൊണ്ടുകൊടുത്തോ. കുട്ടികളെല്ലാം കച്ചറയാക്കിയല്ലേ? ആഹാ, സാരില്ല. വരിയിരിക്കി. മണിയാറയുടെ പണി ഇപ്പൊ തന്നെ തുടങ്ങിയ? ആഹാ, ഇത് അടിപൊളിയാണല്ലോ. താങ്ക് യു. എന്റെ വകയല്ല, സമീകാക്കാന്റെ. ഉമ്മ മൂപ്പർ കൊടുത്താളാ. ഒരു ഉമ്മല്ലേ, അത് നിങ്ങളതിന് കൊടുത്താൽ. ഹാല കൊടുക്കണതാവും മൂപ്പർക്ക് ഇഷ്ടം. അനക്കൊന്ന് മുണ്ടിക്കൂടെ? ഞാൻ മുണ്ടുന്നുണ്ടല്ലോ. ഈ കാക്ക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പൊസിഷൻ ആണല്ലേ. എല്ലാവരുടെയും റോൾ മോഡൽ ആവണം, എല്ലാരെയും ചീത്ത പറയണം, നിയന്ത്രിക്കണം. ഇതൊന്നും ഇഷ്ടമല്ലേലും ചെയ്യണം. ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കാൻ നോക്കിയാലും ഉത്തരവാദിത്ത കാക്കമാരെ വിടൂല. സെമി കാക്കാനെ ഈ ഞാനും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആർക്കും മനസ്സിലാവും. എന്റെ ഇഷ്ടങ്ങളും പൂതികളൊക്കെ ഞാൻ ആഗ്രഹിക്കണതിന് മുന്നേ എന്നെ സെമിക്ക നടത്തി തരലുണ്ട്. പിന്നെ ഞാൻ എന്ത് പറയാനാ? ഹലോ ഗായ്സ്, എന്താണ് പരിപാടി? കഴിച്ചല്ലോ? ഇരിക്ക്. മോളെന്തേ? ഇപ്പൊ ഒന്ന് ഉറക്കിട്ടേ ഉള്ളൂ. ബാബി, ഞങ്ങളൊന്നേ ബ്യൂട്ടി പാർലർ വരെ പോയാലെന്ന് വിചാരിക്ക. ഞാൻ അതിനോട് പറയാം. കൂട്ടി പോയിക്കോ. അല്ല, ഞാൻ ഓടിച്ച പോരെ? മതി. എന്നാ ഭക്ഷണത്തിന് മുമ്പേ പോയിട്ട് വരി. നീ ബാബിനോട് പറഞ്ഞു എന്നാ ഞാൻ വിചാരിച്ചേ. പറയായിരുന്നല്ലേ? അല്ല, നീ അമ്മീനെ വിളിച്ചാ? ഇല്ല, ടെക്സ്റ്റ് ചെയ്യാം.
മൂപ്പത്തേര് വിളിച്ചിട്ടൊന്നുമില്ല. ഏതായാലും ഇപ്പൊ 12 കഴിഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ടേ ആകെ ഒരു പൊരിച്ചില്ലടോ. പിന്നെ ഷർട്ടാണോ ടീഷർട്ടാണോ നല്ലേ? ഈ എന്തേലും ഇട്ടിട്ടോ എന്റെ പൊന്നാമി. പക്ഷെ വൈകുന്നേരം എനിക്ക് പൊന്നിന്റെ കളറിലൊരു കുപ്പായം വരുന്നുണ്ട്, അത് ഇടേണ്ടി വരും. അതിനെ ഒന്നാമതേ നാളെ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ ഇന്ന് പഞ്ചാര അടിക്കാൻ പോണ പിരാന്തരല്ലേ. ഓൾ ദി ബെസ്റ്റ്. ദിൽ തോ പാഗൽ ഹേ ദിൽ ദീവാനാ ഹേ, ദിൽ തോ പാഗൽ ഹേ ദിൽ ദീവാനാ ഹേ. അങ്ങനെ പാടാം. അതി കുറച്ച് ലേറ്റ് ആവൂട്ടാ. അതി കുറച്ച് ലേറ്റ് ആവൂട്ടാ. അതി കുറച്ച് ലേറ്റ് ആവൂട്ടാ. എന്തേ? ഹലോ അമിയക്ക, നിങ്ങൾ എവിടെയാണ്? ആ ഞാൻ ഇവിടെ ബാങ്കിക്ക് വന്നാ. എന്തേ? ബാങ്കിൽക്കോ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ആ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ. അത് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി. ഞാൻ ATM കയറിട്ടുണ്ട് വരാ ട്ടാ. കട്ട് ചെയ്തോ. ശരി എന്നാ. ഓക്കെ. അതി കുറച്ച് ലേറ്റ് ആവൂട്ടാ. കല്യാണ പെണ്ണാണ് വരുന്നത്. ഹാല പർവീൻ. പിന്നെ ഇത് ഞങ്ങളുടെ കസിൻ ഡോക്ടർ ആമിന ഹുസൈൻ. ഗൈസ് ഇത് ഞങ്ങളുടെ ആദിക്കാക്ക ഹൽദീദിയുടെ ചെറിയ കാക്കയാണ്. ശരി എന്നാ മോള് പോയിക്കോ. സത്യം പറയടി, അങ്ങോട്ട് രണ്ടാളും കൂടി ബ്യൂട്ടി പാർലറിലേക്ക്. പാർലറില്ല, നിങ്ങളെ കണ്ട ആടുന്ന് വരുന്നവരുണ്ടല്ലോ. പിന്നെ ആദ്യം അങ്ങോട്ട് കെട്ടിയെടുക്കണം. അല്ല അതിന് അനക്കന്റെ പണിയൊക്കെ പോരെ? ആയിക്കോട്ടെ. അങ്ങനല്ല അമ്മ, ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾക്കും പോണ്ടേ പാർലറില്? ബുക്ക് ചെയ്ത് തരാം. അത് വേണ്ട, പൈസ ഞങ്ങൾ സൗകര്യം പോലെ പോയിക്കോളാം. ഇതെന്താ പിടിച്ചു പറയാ? നടക്കല മോളെ. ഇന്ന പൈസ എന്താ ചേച്ചി? ബുക്കിംഗ് ക്യാൻസൽ ആയല്ലേ? വേറെ സ്ലോട്ട് അല്ല, അതുകൊണ്ടൊന്നും ഒന്നും ആവൂല. ഞങ്ങൾ ഇത്രയും പേരില്ലേ? വരുന്നു. ഇതെന്താ ഇവിടെ ഫോട്ടോ എടുക്കണ്ട്? വാ, മിർസയുടെ ഉമ്മയൊക്കെ വന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ട്. അല്ല, പുതിയ റെഡിയായിട്ട് പങ്കണ്ട. ഇവിടെ ഇരുന്നോ. ഹലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോഗ്രാഫർ മൂപ്പര് നിന്നിട്ട് ഇപ്പൊ തന്നെ വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. ഉമ്മ മനസ്സിലായില്ലേ? ഡോക്ടർ ആമിന, നമ്മുടെ ഉസൈമാമയുടെ മൂത്ത മോളാണ്. ഹാലയ്ക്ക് മോളാണ് മെയിൻ. മനസ്സിലായില്ല. മോളില്ലേ? ഒരു വയസ്സായി. മിർസ എന്താണ്? എന്തിനാണ് ഇപ്പൊ കുനിഞ്ഞത്? അത് ഞാനെടുത്ത് തരൂലേ? അക്കി ഇങ്ങോട്ട് കൊണ്ട കളിക്കല. ഞങ്ങക്ക് പോണോ? നിങ്ങളൊരു അരമണിക്കൂറായിട്ട് പോയാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോണം. സ്ലോട്ട് മിസ്സായി കഴിഞ്ഞാൽ പോവാൻ പറ്റൂല. എടാ എന്താ അവൻ ഇന്ന് ചെയ്താ പോരെ? സാരല്ല, 5 to 6 ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഇപ്പൊ വിലപ്പുറം മോളോട്ടല്ലേ? അതാ അങ്ങോട്ട് മുകളിലേക്ക് ഇരിക്കാം. പോണെന്നല്ലേ പറഞ്ഞ? അമ്മേനോട് ലേറ്റ് ആവുന്ന പറയണം. കഴിക്കാനാ കുടിക്കാനാ? കുടിക്കാന്. നല്ല വെള്ളം എടുത്തോളട്ടാ. വെള്ളം എടുത്തോളാ. കാസിമാഷ മോനല്ലേ ഈ? അതെ. അന്റെ കക്കന്റെ കല്യാണല്ലേ കൈ നാളെ? എന്നിട്ടും തജ്ജി ഇവിടെ കറങ്ങി കിടക്കണ്? ഞാനേ ഇവിടെ 2 കൂട്ടുകാർ വരാന്ന് പറഞ്ഞിട്ട് അവര് പിക്ക് വേണ്ടി വന്നാ. എന്നാ കുടിച്ചോ. ഗൂഗിൾ പേ അല്ലേ? പിന്നെ
എടാ ബലീസ് തേൻ തൊട്ടത് എവിടെയാണ്? ഞാൻ അവിടെ 10 ഉണ്ട്. അവിടെ എന്താ? ഞങ്ങളോട് പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഒക്കെ വരണ്ടേന്ന്. എടാ ഈ എന്നാ അവരെ കൂട്ടി ഇങ്ങോട്ട് വാ. ഇവിടെ വരുന്നവരൊക്കെ ഈ എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എന്താണ് അവിടെ എല്ലാരും ഉള്ളത്. അവിടെ അമീറും എല്ലാരും ഉണ്ടല്ലോ. ഈ കൊമ്മല കളിക്കാണ്ട് വേഗം ഇങ്ങോട്ട് വരിട്ടാ. വരമ്മ. അല്ല ഹബീബി, അനക്ക് തേപ്പന്റെ പണി നിങ്ങൾ എടുക്കാ എന്റെ ചങ്ങാന്റെ ഫ്ലാറ്റിൽ. അപ്പൊ വീട്ടു കുട്ടിക്കൊന്നും പോണ്ട. ഓഫാണ്. എന്തേടോ സത്യം പറ, നിങ്ങൾ എങ്ങട്ടാ പോണ്? ഞാനൊരു മംഗലത്തിനാണ്. ബിരിയാണി ഒക്കെ ഉണ്ടാവും. പിന്നെ ബിരിയാണി മാത്ര, ഈജിപ്ഷ്യനും ലെബനീസും ഒക്കെ ആയിട്ട് കൊറേ കുട്ടിയോടും. നമ്മളെ നാട്ടിലെ പോലത്തെ പന്തലൊക്കെ ഉണ്ടല്ലോ. നോക്കാം നോക്കാം നോക്കാം. അല്ല ഉപ്പ. അല്ല ഇപ്പൊ അല്ല, അന്റെ ഉപ്പ. എന്തോരു മുന്നറിയിപ്പില്ലാതെ എന്താണിപ്പ എന്റെ അള്ളിയാന്റെ കല്യാണത്തിന് എത്താണ്ടിരിക്കും. നിങ്ങൾ എന്താണ് അത് മാച്ച് കളിക്കാൻ പോകുമ്പോ കിട്ടുന്ന ട്രോഫികളാണ്. എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരിക. നേരെ ഇങ്ങോട്ട് ഞാനൊരു സാധനം കൊടുക്കുന്നുണ്ട്. താങ്ക് യു. മോനെ എന്തായി മോനെ? ഇതുവരെ വന്നില്ലടാ. ഓ പോസ്റ്റ് ആണല്ലേ. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ പേരേന്ന് വിളിച്ചിരുന്ന തന്നെ 2-3 പ്രാവശ്യം. ഇനിയും വെയിറ്റ് ചെയ്യണ്ടോ അതോ? എന്തായാലും ഇതുവരായില്ലേ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ചെലപ്പോ അവരെന്തൊക്കെ തിരക്കിലാവട്ടെ. എന്തായാലും ഹോപ്പ് വിടണ്ട. ഗുഡ് ലക്ക്. അല്ലോ ഉമ്മത പിന്നെയും വിളിക്കണം. എടാ ഞാൻ വിളിക്കാം. ശരി ശരി ശരി, അപ്പൊ അവിടെ കാണാം. ഓക്കെ ഓക്കെ. വരാൻ പറ്റൂലെന്ന് പറഞ്ഞാട് ഇനിയിപ്പൊ എന്നും കാണാലോ. പാർലർക്ക് പോണാ? അതിലോ നിക്കണം. വേം വിട്ടോ പോലെ ക്യാൻസർ ആരും ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. Surprise, our princess, the sunshine of our Suleika Mansil. ഹല ആമിന ബ്യൂട്ടി പാർലറിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള എന്താ വെച്ചാൽ ചെയ്തോളി. രണ്ടാൾ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? നിങ്ങൾ നോക്കിക്കണം. ബാ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ഫിഷ് അത് എടുക്കുന്നോടെ. ആമിന അരിപ്പുഷ വാ. വരാൻ പറ്റൂല എന്ന് ഞാൻ അമീനെ വിളിച്ച് പറയാം. ചകിരിക്കല്ലേ കറ? അതാണ് ഈ കറല്ലേ? അല്ലാതെ വെള്ളത്തിന് ഒരിക്കലും കറ ഉണ്ടാവൂല. എല്ലാരും വിചാരം വെള്ളത്തിന് കറണ്ട് കറണ്ട് എന്നാ. വെള്ളത്തിന് കറല്ല, ചകിരിക്കേ കറുള്ളൂ. പോവ അതെ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല. ഞങ്ങൾ ഇറങ്ങാതെ. ആമി, ഹലോ ഹലോ ഹലോ, ഞാൻ ആമിനയാണ്. അലക്കൊന്ന് ഫോൺ കൊടുത്തേ. ഹാല കുറച്ച് തിരക്കിലാണ്. ഹാലക്കൊന്ന് കൊടുക്കാൻ. ഹലോ
നിങ്ങളെ സമയത്തിന് മാത്രമേ വില ഉള്ളൂ. ബാക്കിയുള്ളവരുടെ സമയത്തിന് ഫീലിക്സിനെ മാനിക്കാൻ അറിയില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്ത് കോണാണുള്ളത്? 10-14 ദിവസമായല്ലോ ഞാനൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്താണല്ലേ മനുഷ്യൻ കെഞ്ചി മടുത്ത് എനിക്ക് എന്നോട് അറപ്പ് തോന്നുക. ഇങ്ങനെ ഒരാളെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഹലോ ഹലോ ഇന്നലെ എന്ത് പണിയാട്ടെ? ജസ്റ്റ് പാസ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നില്ല? അത് ഞാൻ അസിസ്റ്റ് ചെയ്തല്ലേ. ഇങ്ങനെ മൂസിയാക്ക് എന്താണ് സൂപ്പർമാനാ പറന്ന് പിടിക്കാൻ? സൂപ്പർമാൻ തന്നെയാണ്. ഫുൾ ചാർജിലാണല്ലോ. എവിടെയായിരുന്നു നിങ്ങള്? ഒരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിലേ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ ദുബായ് വെസ്റ്റർ കൂടി ഒന്ന് കണ്ടാളി. എന്നെ കാണണ്ടേ? അളിയാ പൊന്നളിയാ ഞെട്ടിയില്ലേ? ഞെട്ടി കണ്ടില്ലേ? ഓൻ ഞെട്ടി. അളി എന്ത് വിചാരിച്ചു? അളിയന്റെ കല്യാണത്തിലാണ് ദുബായ് കിടന്ന് തിരിഞ്ഞ് കളിക്കുമെന്ന് വിചാരിച്ചില്ലേ? ഇന്നോട് കൂടി മിണ്ടാണ്ട് വീഡിയോ കോളിൽ കയറി വന്നിക്കണു. ഞാൻ ദുബായിൽ വെച്ചിട്ട് വർത്താനം പറയാ. പുറത്തെ പന്തല കണ്ടിട്ട് ഓള് ചോദിക്കാണ് ദുബായാണോ? ഇപ്പൊ തിന്നല്ലേ? അളിയാ പൊന്നളിയാ തിന്നളിയാ ബിരിയാണി. ഞാൻ തിന്നോണ്ടിരിക്കല്ലേ. നേരത്തെ എവിടെ പോയതാ? എവിടെ ഇരുന്ന് തിന്നാ? ഇതൊന്നും ഇട്ടാച്ചാ ഒന്ന് ഇഷ്ടായോ പാകായോ 100 അട്ടായി അളിയാക്ക ചോദിക്കണേ. ഇതൊക്കെ എങ്ങനെയാ ചോറിക്കാ? മാറ്റിട്ട് വാ. അത് മതി അത് മതി. ഇത് മാറ്റിക്ക. രാവിലെ തൊട്ട് തുടങ്ങിയാണ് ഈ മാറ്റി പറിച്ചില്. ഒരാൾ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ? അനക്കെന്തൊന്നും മാറ്റി കാണിച്ചാല് അനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങക്ക് മതിയായില്ലേ? തിന്നിച്ചും കുടിപ്പിച്ചും പുന്നാരിക്കിടയിൽ കിട്ടിയില്ലേ? അവ എന്താണ് കാണിക്കണത്? നല്ലൊരു സ്വീറ്റ് ചെക്കൻ. ഓ എനിക്കിപ്പോ നല്ല കൺഫ്യൂഷൻ ഉണ്ട് ബാബു. എനിക്ക് വളരെ ക്ലിയർ ആണ്. ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരാളെ എങ്ങനെ ലൈഫ് ലോങ് അഡ്ജസ്റ്റ് ചെയ്യൂ? ഇതിപ്പോ ഒരാഴ്ച മുമ്പായിരുന്നു കണ്ടല്ലോ. വൈകി പോയെന്ന് പറഞ്ഞ ആരും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. അനക്കിഷ്ടമില്ലാത്ത ഒന്നും ഇവിടെ നടക്കൂല. അതന്നെ കുറച്ചു നേരം കാത്തുന്ന് വെച്ചിട്ട് തൊള്ളെ തോന്നി വിളിച്ചു പറയാ. പുതുതായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വരുമ്പോൾ ഒരു നമ്മളുമായി തെറ്റിയാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ ആദ്യം തന്നെ ഇമാജിൻ ചെയ്യണം എന്നാണ് സമീക്കയുടെ തിയറി. അതിന് എനിക്ക് തോന്നുന്നു അമ്മീനെ ഇനിയും വിളിക്കുന്നു. വിളിച്ചിട്ട് സോറിയാ പറയുന്നെങ്കിൽ ഓനൊന്ന് കേട്ടു നോക്ക്. ചിലപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? മറിച്ചാണേ എന്റെ മോളിനെ സഹിക്കണ്ട. ബാക്കി നമുക്ക് നോക്കാം. ഈ ആ പെൺകുട്ടിയോടും കയപ്പായ ഈ കഴിഞ്ഞ 2 പ്രശ്നങ്ങൾ എന്റെ പെർഫോമൻസ് വീക്കാണ് ടമിയ. വീക്ക് എന്ന് പറഞ്ഞാ പോരാ, മോശം, വളരെ മോശം. അവന്റെ സിഗരറ്റ് എന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് 2 മണിക്കൂറിൽ എനിക്ക് എത്ര കോൾ വന്നു? ഒരു 13 കോൾ വന്നോ ചുരുങ്ങിയത്. അപ്പൊ അവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈയപ്പത് ആലോചിക്കാൻ നിക്കണം. അതല്ലടാ, ഇതൊക്കെ ഓക്കായിട്ട് എല്ലാവരും വരാന്ന് പറഞ്ഞേ. ഒരു കല്യാണ വീടല്ലേ ബാപ്പു? പോരാത്തിന് പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ നീല കല്യാണം, പച്ച കല്യാണം, മഞ്ഞ, പിങ്ക്, അങ്ങനെ ഒരു 1000 ആഘോഷങ്ങൾ വേറെ. ചാടാൻ പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് ആലോചിച്ചാ പോരാ എനിക്ക്. മോശായില്ലേ? മോശായില്ലേ? കൺസ്യൂമർ നമ്പർ ഒന്നും എനിക്കറിയില്ല. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. ആ പട്ട വീടാണ്. ആ മിഷ്യ സ്കൂളിന്റെ അടുത്ത് കൂടെയുള്ള വഴി. ആ
സോറി പറഞ്ഞാ മതിയാവോ? എന്നാ വിളിക്ക്, ആ ഫോൺ എടുക്ക്. എന്തേ വിളിക്ക്? വിളിക്കട്ടെ? അത് ശരി. ആ ഓക്കെ ഓക്കെ. സോറി അല്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ച് വളരെ മോശമായിട്ടാണ്. കുറച്ചധികം സമയം ഞാൻ അവിടെ കാത്തുന്നപ്പോ കയ്യിൽ നിന്ന് പോയി. വീണ്ടും സോറി. അല്ല, അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി പാർലറിന്റെ അവിടെ നിൽക്കായിരുന്നു. വിളിച്ചിട്ട് ഇറങ്ങിയാ മതിന്ന് പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞിരുന്ന്, പക്ഷെ എന്റെ ഒരു ആകാംക്ഷ കൂടുതലുണ്ടേ, നിങ്ങൾ പറഞ്ഞപ്പോ ഇറങ്ങി. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടാ. അത് മനസ്സിലായി. ശരിക്കും ഇത്ര ബേജാറായി നമ്മൾ കാണേണ്ടതുണ്ടോ? ഐ മീൻ നാളെ നിക്കാല്ലേ? നമ്മളിപ്പോ കണ്ടില്ലെങ്കിലും നാളെ നിക്കാ സുഖമായി നടക്കും. പക്ഷെ കണ്ടാലേ നമുക്ക് നാളെ കാണാൻ ഒരു പൂതി ഉണ്ടാവില്ലേ? അതെ, പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്താ സംസാരിക്കുക? രാവിലെ എണീറ്റ ആലക്ക് സുലൈമാനിയാണോ കട്ടൻ കാപ്പിയാണോ ഇഷ്ടം പോലും അറിയൂല. ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. എത്ര ചെറിയ സമയമാണെങ്കിലും നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു ധാരണ കിട്ടൂലേ? എന്നിട്ട് നമ്മള് ഒക്കെ എല്ലാം തോന്നിയാലോ? ഓക്കെ എല്ലാം തോന്നിയാ എനിക്കത് നടക്കാൻ പാടില്ലല്ലോ. അങ്ങനല്ലേ? അപ്പോ കാണണം നിർബന്ധല്ലേ? കാണണ്ടേ? പക്ഷേ ഇങ്ങോട്ട് വരേണ്ടി വരും, അല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. വീട്ടിലേക്കോ? പക്ഷേ 7-8 മണിയൊക്കെ ആകുമ്പോ എല്ലാരും പന്തലിലേക്ക് കഴിക്കാൻ പോകും. അപ്പൊ അമീനെ ഒരു 7:30 മുതല് എപ്പ വേണേലും ആവാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ആ റിസ്ക് അടുത്തോളാം. പക്ഷെ ഹാലക്ക് വരാൻ പറ്റുമോ? ആ, പറമ്പിന്റെ അറ്റത്ത് വരെ വരാൻ കഴിയും. ആയിക്കോട്ടെ, ഞാൻ വരാം. ഓക്കെ, അപ്പോ 7:30 മുതലാണ് കൗണ്ട് ഡൗൺ. ഇവിടുന്ന് ഇറങ്ങല് കുറച്ച് സർക്കസ് ആണ്, എന്നാലും ഞാൻ വരും. മാസലാമ. ആ ചേട്ടാ വന്നിട്ടാ ഏട്ടാ പോയി കറണ്ട് വന്നേക്കണേ. ആ പ്രസാട്ടാ, ആ മാറ്റന്റെ ടൈം ആയിക്കണ്. ഇതാ ഇന്റെ നോട്ടത്തിലിതേ ഒരു 7-7.5 കൊല്ലം പോകും. ഇതോ? അല്ലല്ല വരി 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 തിന്നാതൊന്നും പോവാൻ പറ്റൂല. വൈകുന്നേരം ഇവിടെ കാണാട്ടാ. പിന്നല്ലാതെ ഞാൻ അവർക്ക് ചോറ് കൊടുക്കട്ടെ. ഈ ഇതെവിടെ പോയിരിക്കാറ്? ഞാൻ പെരയിലൊക്കെ നോക്കിയല്ലോ. ഞാൻ ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അതെ, എന്ത് ഒരു കാര്യം പറഞ്ഞ? പിന്നെ ഒന്നും വിചാരിക്കരുത്, ഞാൻ അപ്പത്തെ ഒരു മൂഡും ടെൻഷനൊക്കെ ഉണ്ടായി. അത് വിടറോ, ഇപ്പൊ ഹാപ്പി ആയിരിക്കുന്ന ടൈമല്ലേ, ഹാപ്പി ആയി എൻജോയ്. പിന്നെ എനിക്ക് 5 പെങ്ങന്മാരാണ്, അപ്പൊ 5 അളിയന്മാര് 5 പുതിയ ആപ്പിൾക്ക് പോയ അത് ഞാൻ ഈസിയായിട്ട് ഡീൽ ചെയ്തില്ലേ. അനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആകെ ഒരു അളിയൻ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇട്ടോളാം. ഇഷ്ടായി സത്യായിട്ടും. ഈ അത്ര കഷ്ടപ്പെട്ടിടൊന്നും വേണ്ട, പക്ഷെ ഈ ഓളോടൊന്ന് ഇടാന്ന് പറഞ്ഞാ ഓളൊരു പാവാടാ.
ചെല്ലി. അപ്പൊ ഒരു സമാധാനായി. ഹലോ ഹലോ ഇതെന്നല്ലേ എന്നോട് പറഞ്ഞത്? എനിക്കറിയാം ഇതത്ര രസമൊന്നുമില്ലാന്ന്. ഇതിടൊന്നും വേണ്ട, മൂപ്പരോട് ഇതിടുന്നൊന്ന് പറഞ്ഞാൽ മതി. കിട്ടാത്ത നോക്കോളാം, അല്ലെങ്കിൽ എന്നെ സങ്കടം. തിരമാലയായോള് കരയെ കരയാതണയിക്കുന്നൊരാള് കനവിലെ കാടൊന്നിലെ കാരാഗ്രഹ കൂടൊന്നിലെ കിനാപ്പനിക്കായി മരുന്നോള് കൊതി കാരമുള്ളായി പിന്നെ കടന്നലായി വിധി വേറെ ഒന്നായി പിന്നെ കടച്ചിലായി ആവേശം കൊള്ളുന്ന മോഹികളെ ആവോളം നൊന്തുള്ള മാനസരെ കൊണ്ടുപോവാനായുള്ളൊരു വാഹനമേ മേലെ മിന്നും താരം പൊന്നാണോന്ന് നേരിൽ ചെന്ന് നോക്കാനായി നിൽക്കാതുണ്ടേ ഉള്ളിനുള്ളിൽ പരവേശം കീഴെ നീങ്ങിപ്പോകും മണ്ണെന്നാലും വേരിൽ നിന്നും പോന്നെന്നാലും മണ്ടിപ്പോകാൻ ആശിക്കുന്നേ അതിവേഗം ആറ്റിലെത്തിയൊരമ്പിളി മീനെ ചൂണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴക്കട്ടിലെ മുത്തിലെ ഹാസിലാക്കണ മുത്തിവനാണ് ആറ്റിലെത്തിയൊരമ്പിളി മീനെ ചൂണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴക്കട്ടിലെ മുത്തിലെ ഹാസിലാക്കണ മുത്തിവനാണ് പൂരണപ്പാതയുടെ നടുവിലെ അതിമികവുട മണിമേടയിലെ പൂമുല്ല പന്തലും അതിലക പുറമിലും പലവിധ നിറമാലേ പൂവാടിക്കകമിലെ തെളിങ്ങൾ ഇളകിടും മണിമലരിശലാലേ കൊഞ്ചുന്ന തരമടി മുടിക്കണ്ണഞ്ചുന്ന വൈദ്യുത പ്രകാശമിനാലും തോരണം കാമാനമിനാലും എന്നാനേ ഹോയ് 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 നിന്നാനേ ഹോയ് 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 ഇന്നാനേ താളം തരികിട ദിനിച്ചിന് സരിഗമ സരിഗമ പദനി സരിഗമ പദനി സാനിദ പമഗരി സരിഗമ പമഗരി സരിഗമ പദനി സാനിദ പമഗരി സംഗൃത പമഗരി രിഗരി മവരി സ സ സ രിഗി ഗഗഗ സ സ സരി രിരി ഗഗ ഗ മ മ പപ്പ പപ്പ സ സ സ സ നി 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 സ സ സ സ സാര സംഗൃത പമഗരി താളം സാന്ദ്രമധുരിതമായൊരു മേളം എന്നാനേ ഹോയ് 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 നിന്നാനേ എങ്ങുമ ഭംഗിയിൽ മുങ്ങി മുഴങ്ങി മിനുങ്ങി വിളങ്ങി മയങ്ങി മരുങ്ങി അരങ്ങിലൊരുങ്ങിയ മംഗല പന്തല് ആരാലും
ആമിന കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഈ ഇങ്ങനെ ബേജാറാവല്ലടാ, നമ്മള് ഹോസ്പിറ്റലിലേക്കല്ലേ പോണത്. ഒരു കുഴപ്പമില്ല, കക്കാലൊന്ന് സ്ലിപ്പായതാണ്. ഇക്കാക്ക വരണ്ടിരുന്നില്ല. ഇക്കാക്ക വരണം, ഇക്കാക്ക വരണം. വേഗമായിക്കോട്ടെ. എന്തായാലും ചെക്കപ്പ് നല്ലയാ. ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തു. പ്ലീസ് തുറന്നു പറഞ്ഞ ഫിദ, രണ്ടായാലും മറുപടി എനിക്ക് പറഞ്ഞു. ഫിദ വേറെ റിലേഷനിലൊന്നല്ലല്ലോ അല്ലേ? ഇല്ല, പക്ഷെ എനിക്കൊരാൾ ഇഷ്ടാണ്. നിങ്ങക്ക് വിഷമായോ? സാരില്ല, അല്ലല്ലോ പ്രേമം പിടിച്ചു വാങ്ങാൻ പറ്റുന്നൊന്നല്ലല്ലോ. സാരില്ല. പേടിച്ചോല്ലോ. എന്തേ? റയാനോട് പറഞ്ഞേക്ക് സത്യമാണ്. എന്ത്? എനിക്കാരും ഇഷ്ടമെന്ന് പറഞ്ഞു. ആ, ഈ ആരോടും പറയണ്ടാട്ടാ. അതാരെ? ഈ സയൻസ് അല്ലേ ചേർന്ന്? ഏത് സ്കൂളിലാ? സ്കൂൾ. ഞാൻ തൃക്കാവ് സ്കൂളിലാണ്. ഈ ഒന്ന് അവിടെ തന്നെ ചേർന്നോട്ടോ. എന്തേലും വേണ? കുപ്പായം മാറ്. മാറാൻ പോവല്ലേ? ചെല്ല് ചെല്ല്. എന്താ ഈ പേടിപ്പിക്കണേ? ഒരു മഞ്ഞത്തൊപ്പിയോട് വെക്കാതെ എന്റെ മഞ്ഞാളക്കളി നിർത്തിക്കാളെ. രണ്ടാളെ പഠിക്കാൻ പോയി നിന്നോ? അപ്പൊ ഞങ്ങളെ മലമ്പാവ് കുഴപ്പമില്ല അല്ലേ? തമാശ കളിക്കല്ലേ? അനുഭവിക്കേണ്ടി വരൂട്ടാ. തമാശ തമാശ കളിക്കല്ലേ? ചിരിച്ചിരിച്ചെന്നോ? വെരി മഷ വെരി മഷ. ഇത് മൂത്ത മോനാണ് അമീൻ. രണ്ടാമത്തെ മകൻ അമീർ. ഇതേതാ സാധനം? ഇതെന്താ ഫ്രൂട്ട്സ് മാത്രമേ? ഫ്രൂട്ട്സ് മാത്രമേ കഴിയുള്ളൂ. എന്താ അങ്ങനെ? ആർക്കറിയാ? അതെ, ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലാന്നാ പറഞ്ഞത്. അതുകൊണ്ട് സമീർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താം. സമീർക്ക് എന്തോന്ന് പിടിച്ച മോനെ. ഇത് ഞങ്ങളാ. എന്തിനാണോ അത്ര വിളിച്ചം? ആരും കാണാ, ടോർച്ച് നോക്ക്. ഒരു ചെറിയ ലൈറ്റ് അല്ലേ ബൈ. എന്നാ പിന്നെ ചൂട്ടാണ്ട് എത്തിച്ചോ മനുഷ്യരും. കൊള്ളാലോ. അതെ സുബ്രട്ടാ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എല്ലാ സെറ്റപ്പും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നിനും വേണ്ടി എടുക്കാൻ അങ്ങോട്ട് പോട്ടാ. സമീർക്കായിട്ട് അറിഞ്ഞാൽ അറിയാലോ. നല്ല ഇട്ടിട്ടു. ഞാൻ നാട് വിടേണ്ടി വരും. നിങ്ങൾ പേടിക്കണ്ടതേ, ഞങ്ങൾ പഴയ ചങ്ങാതി വരാം. ഉറപ്പാണല്ലോ? പിന്നെ ഓറാക്കുമല്ലോ. ഇല്ലെന്ന് ഒന്നടിക്കുന്നു. നിങ്ങളോടാ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞില്ല. അതിരി നിങ്ങളെ വാ. ശരി, ഈ മലമ്പാമ്പിനെയും വിഴുങ്ങി ഒറ്റക്കൊന്ന് സേട്ട് വിളിക്കണ പുതിയ പരിപാടിയാണല്ലോ. എന്താ പറ്റിയേ? അല്ലടോ പോണ്ടേ, 7:30. ഈ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അളിയ അടിയിലൊരു പാട്ടൊക്കെ ഉള്ള ആളുണ്ട്. 5-8 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. നാളെ കാണാം. എടാ ഞാൻ എന്നോട് ഈ പറഞ്ഞോക്കെ എനിക്ക് തമാശയായിട്ട് തോന്നിയേ. അതല്ലടാ, എങ്ങനെ ചാടും? എങ്ങനെ ചാടും?
അതല്ലേ ഞാനും ചോദിക്കണേ. ഒരു വെയിലെങ്കിൽ ഞാൻ ഈ മതിലാടി പോട്ടാ. അല്ല അതല്ല, അപ്പൊ എന്തായാലും പോണം അല്ലേ? അൻവർ മോനെ ഞാൻ എന്തെങ്കിലും പറയൂട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇപ്പൊ എന്നെ തോണ്ടിയ അതല്ല, വേറെ ഐഡിയ ഉണ്ട്. ആള് വിചാരിച്ചാൽ നടക്കും. ആര് നടക്കും? ആയത് ഈ മതിലാണ്. ഹാല വരും, ഇവര് തമ്മിൽ കാണും. കല്യാണത്തിന് മുമ്പ് നിലാവത്ത് ഒരു കൂടിക്കാഴ്ച, ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ഒരു നൈറ്റ്. ഇത് നടക്കണം, ഇതിന്ന് നടക്കണം. ഇതിന്ന് നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത കല്യാണത്തിന് നടക്കും. പക്ഷേ ഒരൈഡിയ ഉണ്ട്. സ്വല്പം ക്ലീശയാണ്, പക്ഷെ ഈ സിറ്റുവേഷൻ ഓക്കെയാണ്. എത്രത്തോളം ക്ലീശയാണ്? ഓക്കെ, അപ്പൊ റെഡി 1 2. എന്തായാലും അല്ല ഞാൻ പറഞ്ഞ ക്ലീശയാണ്. 3 എണ്ണളിയാ. 3 ആരെല്ലൊക്കെ കണ്ടാ നാണക്കണ. എന്തിന്? കല്യാണത്തലേന്ന് പെണ്ണിനെ കാണാൻ പുതിയപ്പോ മതിലും ചാടി ചെല്ലാന്ന് പറഞ്ഞ റൊമാൻറ്റിക് ചെക്കന്മാരുടെ ലക്ഷണല്ലേ? ഇതതിന് റൊമാൻസ് മാത്രമൊന്നുമല്ല, ഇത് ആങ്സൈറ്റിയാണ്. ആങ്സൈറ്റി. ഹൽദീദി ഫുഡ് ഒരു രക്ഷയില്ല. ഐശ്വരി ഞാൻ വരാം കഴിഞ്ഞാലോ ഇറക്കി വാ ദീദിയെ, നമുക്ക് കഴിച്ചാലോ? ഞാൻ പിന്നെ വരാം. ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ നേരം വൈകാൻ പറ്റൂല. കല്യാണ പെണ്ണ് പള്ള പയിച്ചിരിക്കാൻ പാടില്ല. വാ. ഞാൻ ഇപ്പൊ ഇല്ല, നിങ്ങൾ പോകട്ടെ പ്ലീസ്. ഞാൻ വരാം. വാ വായു. വാ കമോൺട്രാ. അങ്ങോട്ട് നോക്കല്ലേ? അങ്ങോട്ട് നോക്കലടാ. വീട്ടിലേക്ക് ഇന്ന് കാലത്ത് കണ്ട പിള്ളേരാണ്. നമ്മൾ ഈ കോസ്റ്റ്യൂം കണ്ടാ വെറുതെ നോക്കും. അപ്പൊ ജിൻഡോക്ക് എന്റെ ഷർട്ട് എന്തെല്ലാം രസമുണ്ട് കാണാൻ. ആരുടെ തമാശ കളിക്കാൻ ഇങ്ങനെ ചിരിക്കാക്കില്ല. സീരിയസ് ആയ പറമ്പിലാണെങ്കിൽ ലേറ്റിടാൻ സ്ഥലവും ബാക്കി. സൈഡാക്കുന്നു. വിളിച്ചോട്ടെ. ആ ഹലോ ഞങ്ങൾ എത്തിട്ടാ. ഞാൻ അവിടെ ആ വീടിന്റെ ബാക്ക് ഭാഗത്ത് എത്തി. ഏകദേശം റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു മതിലൊക്കെ ആയിട്ട്. അവിടെ ഇറങ്ങട്ടെ? ഓക്കെ, ഞാൻ ഇറങ്ങാണ്. ഞാൻ പോയിട്ട് വരാം. ആ വണ്ടിയുടെ പേര് കണ്ടാ നാണക്കേടാ. എന്ത് നാണക്കേട്? രസമല്ലോ. എനിക്ക് കിട്ടും. എന്റെ തൊള്ള നടക്ക്. എന്തിനുണ്ടെ വിളിക്കട്ടാ? കുഴപ്പമില്ലടാ, ധൈര്യമായിട്ട് നോക്കിപ്പോട്ടാ. അത് ശരിയാണ്. എന്തായിരുന്നു ചങ്ങായിന്റെ പേര്? ആനകത്ത് സുലൈഖല്ല, ഹലീമ. ഇത് എന്റെ പരിപാടിയല്ല, കൂട്ടുകാരെ കൂടി നിർബന്ധിച്ചപ്പോഴേ. നമ്മുടെ സെൻസ് ഇങ്ങനെയല്ല. ഇല്ല, രസമുണ്ടല്ലേ? ഇവിടെ എത്താൻ കഷ്ടപ്പെട്ടാ. ഏയ് ഹലോ. ഇവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നും തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് റിസ്കിലാ ചാടാൻ പറ്റി. ആ എന്തായി? നിങ്ങളെ സിസ്റ്ററിലോ അല്ലായിരുന്നോ? ആ അതെന്തായി? കൊഴപ്പൊന്നുമില്ല. അതിനാ കുറച്ച് ടെൻഷൻ പാർട്ടിയാ. അത് ശരി. നമ്മക്കേ അധികം ടൈമില്ലാട്ടാ. നിങ്ങള് വേഗം ചോദിച്ചോളി. അങ്ങനെ ചോദ്യങ്ങളായിട്ടൊന്നും നിന്റെ കയ്യിലില്ല.
നമ്മളിപ്പോഴും അങ്ങനെ ഒന്നും സംസാരിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അതിപ്പോ നമുക്കിനി ദിവസങ്ങൾ കിടക്കല്ലേ. അതെ, പക്ഷെ നമുക്കിടയിലുള്ളൊരു ഫോർമാലിറ്റി ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ ഹാലേനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഹാലയുടെ റിയാക്ഷൻ, ഐ മീൻ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ. അതിപ്പോ മെസ്സേജ് ആയാലും അങ്ങനെയാണ്. അത് പിന്നെ ഞാൻ ഈ ഫോൺ അധികം കൈവച്ചടക്കണ ആളല്ല. പിന്നെ ഒന്നിലും ഒരു പ്ലാനിങ്ങോ പ്രിപ്പറേഷനോ ഇല്ലാത്തതിൻ്റെ ഒരു ലാഗ് ഉണ്ട്. അതിന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് പ്ലാനിങ് ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല. പക്ഷെ ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം അത് കയ്യിൽ നിന്ന് പോയി. അത്രയ്ക്ക് മോശമായ? ഏയ് അങ്ങനെ മോശമായിന്നല്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അല്ല അതിപ്പോ ഈ കട്ടച്ചായ, സുലൈമാനി അങ്ങനെ എന്തില്ല? എനിക്ക് നിങ്ങളൊന്ന് തുറന്നു പറയ്, എനിക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. എന്റെ നമ്പർ പോലും നിങ്ങൾ സേവ് ചെയ്തില്ലെങ്കിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവില്ല. അല്ല ഇല്ലേ? നമ്മള് ആദ്യമായിട്ട് അവസാനമായിട്ടും കണ്ടിട്ടൊരു 14 ദിവസം ആവണുള്ളൂ. അതിൻ്റെ ഇടയിലൊരു മുഹബത്ത് തോന്നണമെങ്കിൽ നമ്മുടെ ഇടയിലൊരു മോമെന്റ് ഉണ്ടാവണ്ടേ? അതിപ്പോ ചെറുതാണേലും വലുതാണേലും. ഉറപ്പായിട്ടും വേണം. പക്ഷെ അതിന് ആദ്യം നമ്മൾ ആഗ്രഹിക്കണ്ടേ? സംസാരിച്ച് സ്നേഹിച്ച് ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ നടക്കേണ്ട ഒരു കാര്യമില്ലേ കല്യാണം? അതിനുള്ള ടൈം നമുക്ക് കിട്ടിയോ? നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ധാരാളം സമയം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സമയം ആല എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്യണ എന്താന്ന് വെച്ചാ ഹാല ഫോഴ്സ്ഡ് ആയിട്ടാണ് ഈ കല്യാണത്തിന് സംഭവിച്ചിട്ടുള്ളത്. അല്ലേ? അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ജഡ്ജ്മെന്റിലാവരുത്. നിങ്ങൾക്കുള്ള പോലെ തന്നെ ചോയ്സും പേഴ്സണാലിറ്റിയൊക്കെ എനിക്കില്ലേ? ഞാൻ ജഡ്ജ്മെന്റിലായതല്ല. ഇപ്പൊ ഞാൻ ഈ കോലത്തിൽ ഈ മതിലും ചാടി രാത്രിയിൽ വന്നത് ആ മൊമെന്റ്സിന്റെ ത്രില്ലും റൊമാൻസും കണ്ടിട്ട് തന്നെയാണ്. ഹാലക്കത് മനസ്സിലാവാഞ്ഞിട്ടൊന്നല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ബോറാവും. നിങ്ങൾ ഈ പറയുന്ന ഇമോഷനൊക്കെ പെട്ടെന്ന് ഒരു പോസ് ചെയ്യല്ലേ? അത് ശരി. ഇപ്പൊ ഞാനാണോ പോസ് ചെയ്യണേ? നിങ്ങൾ ഹാപ്പി അല്ലേ ഇങ്ങനെ ബ്രദറിനോട് സംസാരിച്ചോളി. നമുക്ക് പതുക്കെ സമയമെടുത്ത് പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാം. നിങ്ങൾക്ക് ഇതൊരു 10 ദിവസം മുമ്പ് പറയായിരുന്നില്ലേ? ഇന്ന് എത്ര വർഷമാവത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങളെ ബ്രദറിനോട് സംസാരിക്കണം. ഞാൻ സംസാരിച്ചോളാം. ഇതിവിടെ തീരാട്ടാ. ഇവിടെ തീർന്ന് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒന്നും സംഭവിക്കണ്ട. ഞാൻ തീർത്തോളാം. പോരെ? ലേറ്റ് ധാരണ കേരള വണ്ടിക്ക് വെറുതെ ആൾക്കാർ കാണും. ഇവിടെ അല്ല അവിടെ ധാരണ വന്ന് തിരിഞ്ഞടിക്കണം. വണ്ടി കയറണം. എത്ര നേരം ഒന്നും നടന്നില്ലോ. ഇനി നടക്കും. എന്താണ് കാര്യം പറയണ? വണ്ടി നോക്കടാ. ഒന്ന് ബാക്ക് നോക്കരുന്നേ. ബാക്ക് നോക്കിയടാ. കാണണ്ടത് ചാടിയാ. ഒന്ന് എടുത്തു നോക്ക്. എന്റെ ബ്രോ കയറി ചാടിയാ. റേസ് ആക്കണ്ട, നിങ്ങൾ ഇറങ്ങി. നമുക്ക് ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് നോക്കാം. ഇറങ്ങി. ആദ്യം മജുവോ? അല്ല വേറെ ആരെയും വിളിക്കണ്ട. നമുക്ക് തള്ളിയാ പോരെ. ആ ടയർ ഒന്ന് പിടിച്ചാടി. വണ്ടി ഒന്ന് ചാടിയതാ. വാ ഒന്ന് കൈ വെക്കി. ഇതവിടെ അമീനളിയല്ലേ? എന്തു പറ്റി?
ഓക്കെ അല്ലേ? അയ്യ നമ്മളെ വേറെ സ്ഥലം വരെ പോയി വരായിരുന്നു. അപ്പൊ ഈ പറമ്പിലറിയാതെ നിങ്ങൾ തള്ളിയാലേ ഞങ്ങളുണ്ട്. അത് എനിക്ക് മനസ്സിലായില്ലേ? അളിയനോളെ കാണാൻ വന്നേക്കാരം ചോദിച്ചോക്ക്. പിന്നല്ലാണ്ട് മൂപ്പര് ഒന്നും പറയണ. ഞാനൊരു കാര്യം പറയട്ടെ, വേറെ കുറെ പരിപാടികൾ ഉണ്ടാവുന്നുണ്ട്. അയ്യാളി എന്തായാലും ഇവിടെ ഒന്ന് പെട്ടു. എന്നാ തക്കാരും കൂടെ നാളെ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വരുമല്ലോ, കാണാലോ. നിങ്ങളെന്താ ഈ പറയണ കൂട്ടുകാരാ? കേറിട്ട് പോവാന്ന്. എന്താണോ എന്റെ ചെങ്ങ ഇവിടെ നിങ്ങളുടെ ഇറങ്ങലിയാ? ഒന്ന് ഇറങ്ങലേ. ഇത്ര അടുത്തെടുത്തിട്ട് നിങ്ങൾ എന്താണ് ഈ പറയണത്? വാളിയാ എന്താ അറിയോ, വേറെ പ്രശ്നം എന്താ അറിയോ? നമ്മുടെ കോസ്റ്റ്യൂമും ഡ്രസ്സൊക്കെ ഭയങ്കര അടിപൊളിയാണല്ലേ വാളിയാ? അല്ല, അവിടെ പോയിട്ട് കുറെ പണിയുണ്ട്. നമുക്കറിയാത്ത പണി. നിങ്ങൾ എന്ത് വിവരത്തിട്ട് അന്യനെ പോലെ നമ്മുടെ സ്വന്തം കാരണന്മാരൊക്കെ ഉള്ളതല്ലേ. നമ്മള് വേറെ നാളെ വരുമല്ലേ? ബലം പിടിച്ചാ സ്വീകരണം ചെയ്യണം. അല്ലെങ്കിൽ ഇതാ ഒരു 10 മിനിറ്റ് എല്ലാവർക്കും പെട്ടെന്ന് പോവാ. എന്താ പറയുന്നത്? ഇനി ഒന്നും നോക്കാല്ലേ വാളിയാ? നിങ്ങൾ വരുന്നില്ല? നിങ്ങൾ പോയി ഞാൻ ഈ വണ്ടി ശരിയാക്കിട്ട് വണ്ടിയിലെ പിള്ളേരെ നിങ്ങൾ എന്താ കളിക്കുന്നത്? വാങ്ങി വാളിയാ അബു സെറ്റല്ലേ? കുടിച്ചോളി. മൊത്തത്തിൽ കുടിച്ച അഭിപ്രായം പറഞ്ഞാൽ മതി. സെറ്റ് സാധനം വിടുപോലെ ഒരു കുടിക്കട്ടെ. നേരിട്ട് കുടിക്കും. ഇത് പുതിയ പ്ലാൻ ടീംസിനുള്ള സ്പെഷ്യൽ ആയിട്ടാണ് സുലേഖ മെൻസിൽ സ്പെഷ്യൽ. കുടിക്കും. നേരിട്ട് കുടിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വളരെ പഠിപ്പിക്കില്ല. ഈ ഫോട്ടോ എടുക്കുന്നവരാരും ടാഗ് ചെയ്യും. ആരെടുത്തു അടിയിട്ടു. ഇവിടെ നമുക്ക് ആർക്കും സോഷ്യൽ ലൈഫ് ഇല്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ എന്തൊക്കെയുണ്ട്. ഇത് നമ്മളെ പുതിയ പ്ലച്ചൊക്കെ മാത്രം കുടിച്ചാ പോലെ. ഒരു ആത്മാർത്ഥമില്ലാത്ത കൂട്ടുകാരാണല്ലോ. കൂട്ടുകാരെ പറയുക ചെങ്ങ പറയുക കുടിക്കേ. ഞാൻ എന്റെ ആത്മാർത്ഥത തെളിയിച്ചിരിക്കുന്നു. അടുത്ത് പുതിയ പ്ലത്ത് കുടിക്കത് പുതിയ സ്ട്രോയാ? സ്ട്രോ എന്ന് കമത്തിക്കോ. ഒറ്റ കമത്തി. അത് പേടിക്കണ്ട, അത് ഇവിടുത്തെ ഒരു ആചാരപടിയാ. മുന്നറിയിപ്പില്ലാതെ വന്നോണ്ട് വൈകി പൊട്ടിയതേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞോണ്ട് എന്റെ പൊന്നടിയാ. എന്നാ പരിപാടി വേറെ കളറാക്കിനെ. സുലേഖ മനസ്സിൽ വെടിക്കെട്ട് തുടങ്ങിക്കണല്ലോ. 2-3 ദിവസത്തേക്ക് സൗകര്യം ഉണ്ടാവൂല. കുറച്ചു ദിവസത്തേക്ക് ഗ്രൂപ്പ് മ്യൂട്ട് ചെയ്ത് വെക്കണതാണ് ബുദ്ധി. നിങ്ങൾ അമീനെ കണ്ടിരുന്നോ? എന്തേലും പ്രശ്നമുണ്ടോ? ഈ നിക്കാഹ് നടക്കൂലെന്ന് അമീൻ സമീർ ഖാനെ കണ്ടു പറയും. ഞാനിപ്പോ അപ്പൊ എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്വന്തം പുതിയാപ്പിളയായ അമീനും സുഹൃത്തുക്കളും നിക്കാഹിന് ഒരു രാത്രി മുമ്പേ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നതിന്റെ പേരിൽ നമ്മൾ ആരും അവരെ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇല്ലല്ലോ. അതുകൊണ്ട് മാത്രം അമീൻ അളിയൻ നമുക്ക് വേണ്ടി ഇവിടെ ഒരു ഉഗ്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരും ടാഗ് ചെയ്യരുത്. കാര്യം പറ. എന്താണ് ഇത് നടക്കൂല? ഞാൻ അവരുടെ ബ്രദറിനോട് പറയാൻ പോകും. അമീൻ അളിയനെ വിനയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാ തുടങ്ങല്ലേ? അളിയൊരു സ്റ്റെപ്പ് കളിയാ. തുടങ്ങളിയാ. എല്ലാരും ഓണാണ്. നോക്കിക്കളല്ലേ? തുടങ്ങളിയാ. മ്യൂസിക് കല്യാണത്തിന്റെ പവിത്രത എന്നൊക്കെ പറഞ്ഞല്ലേ, അത് നമ്മൾ ഓൾഡ് ജനറേഷന്റെ. ശരിയാണ്. ഇതൊക്കെ വെറും കാട്ടിക്കൂട്ടല്ലേ. എന്താ ചെയ്യാ? ജനറേഷൻ അല്ലെങ്കിൽ കുറച്ച് ഓവറാണ്. ഓരോ കോപ്രായങ്ങൾ.
ആ കുട്ടീനെ എന്തൊക്കെയാ ചെയ്യണത്? നല്ല രസല്ലേ? എടാ ആ കുട്ടീനൊന്ന് വഷളാവല്ലേ? ഒന്ന് നിർത്താൻ പറയും. അതായാലും പറയണത്. മുത്തുമ വന്നാണി ഇവനെ എന്താ നിർത്തറ ഒരു മര്യാദ വേണ്ടേ? ഉണ്ടല്ലേ എന്തൊരു മര്യാദ കേടാ. ആ കുട്ടി നമ്മളെ പറ്റി എന്താ വിചാരിക്കുക? അമ്മായി ഞങ്ങളൊരു തമാശ കാണിച്ചാണ്. തമാശ മോനെ. 19 വയസ്സേ എനിക്ക്. ഞാൻ കൊറേ കല്യാണം കൂടിയിട്ടുണ്ട്, കൊറേ പുതിയാപ്പിളാരി കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു പുതിയാപ്പിള ആദ്യമായിട്ടാണ്. എന്ത് പണിയാ മുത്തുമ്മ? പോട്ടെ പോട്ടെ. അപ്പൊ തുടങ്ങല്ലേ? അതെ അതെ തമാശ എന്താ ഇത്? നമ്മുടെ പുതിയാപ്പിള വന്നതാ. ഹാലെ കാണാൻ വേണ്ടി പുറത്ത് വിറ്റിയപ്പോ പിള്ളേരൊക്കെ പൊക്കി അകത്തേറ്റിയതാ. നിങ്ങളെന്തെങ്കിലും കഴിച്ചോ? അലങ്കാര പുതുക്കങ്ങൾ അതിർപ്പം പോരാ അരശിയാം സുലേഖാവിൻ ദണേന്ദമാരെ പരിശുദ്ധ തുകിൽ നുറിവഹരനപോ പിരിശത്താലെ പൂത്ത കൽവിൽ പെടപെടം അതിനാലെ അതിർപ്പങ്ങൾ തുടിതാളമായി വെളിച്ചത്തും കല്യാണമായി അവർക്കൊരു 10 മിനിറ്റ് സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അവർ സംസാരിക്കട്ടെ. അവർ സംസാരിക്കട്ടെ അല്ലേ? ആ ഞങ്ങളവരൊന്നും കാണില്ലട്ടാ. നിങ്ങള് പറയണില്ലേ? എന്നെ കൊണ്ട് പറയാൻ പറ്റും തോന്നുന്നില്ല ഹാല. ഹാല അവരൊക്കെ നോക്കിയ എല്ലാരും ഭയങ്കര ആഘോഷത്തിലാണ്. അവരൊക്കെ സന്തോഷം. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതിയോ? അപ്പൊ ഈ പറഞ്ഞ ഹാപ്പിനെസ് ഒക്കെ ഇല്ലാണ്ടാവൂലേ? ഇല്ലാണ്ടാവും. പക്ഷെ ഓക്കെ അല്ലാത്ത ഒരാളെ കൂടെ ജീവിക്കണേക്കാളും നല്ലതല്ലേ? ആർക്കാ ഓക്കെ അല്ലാത്തത്? നിങ്ങക്കാ? നിങ്ങക്ക് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നാ? പേടിച്ചു. സംഭവം എന്താ വെച്ചാലേ എനിക്ക് കുറച്ച് ധൃതി കൂടുതലാ. ഹാലക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് ഞാൻ മനസ്സിലാക്കണായിരുന്നു. നിങ്ങക്ക് ഇത്രയും പേരുടെ ഹാപ്പിനെസ് ഇല്ലാണ്ടാക്കാൻ തോന്നിയില്ലല്ലോ. അതിലും വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണർക്ക് സത്യമായിട്ട് സങ്കല്പിച്ചിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് രാവിലെ എണീക്കുമ്പോ നല്ല മധുരമുള്ള സുലൈമാനെ ഇഷ്ടം. അതിലൊരു പുതിനേന്റെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ റാഹത്തായി. എനിക്കും ചുണ്ടയെറിഞ്ഞൊരു മുത്തുവനാണേ കടലാഴത്തിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തുവനാണേ ആറ്റിലെത്തിയൊരമ്പളിനെ ചുണ്ടയെറിഞ്ഞൊരു മുത്തുവനാണേ
എന്റെ മണവാട്ടി പെണ്ണാണ് നീ, എന്റെ മണവാട്ടി പെണ്ണാണ് നീ, എന്റെ വേഴാമ്പൽ കിളിയാണ് നീ, എന്റെ പൊന്നാമ്പൽ പൂവാണ് നീ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചുടയെറിഞ്ഞൊരു മുക്കുവനാണേ, കടാരത്തിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണേ. ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചുടയെറിഞ്ഞൊരു മുക്കുവനാണേ. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിനാ, ഖൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ. മഹറ ഞാൻ വന്നിടാം, നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ. നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി നീ വന്നിടുമോ. എന്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുവൂറും പൂവാകുമോ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചുടയെറിഞ്ഞൊരു മുക്കുവനാണേ, കടാരത്തിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണേ. ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചുടയെറിഞ്ഞൊരു മുക്കുവനാണേ, കടാരത്തിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണേ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. എന്നാ തുടങ്ങാ. സമീറെ, നിക്കാഹിന് സമ്മതാണെന്ന് പെങ്ങളോട് ചോദിച്ചാ? അല്ല ചെല്ലേ, നിക്കാഹിന് കൈ കൊടുക്കട്ടെന്ന് പെങ്ങളോട് ചോദിക്കേ. ചെല്ലേ. എല്ലാവരും കേക്കേ ചോദിക്കണട്ടാ. പരം ദയാവിൻ പെരും ഖജാന തുറന്നിടുന്നോ അറിந்து കൊള്ളേ. മറൈതതുള്ളോ ഹൃദന്ത സാരം പകർന്നു കൊള്ളേ. കുല്ലി കൗലേ
تقبل الله